Sir. 2. ഇല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലാസ്റ്റ് എടുക്കാം, ക്ലാസ് കഴിയാറാകുമ്പോൾ എടുക്കാം. സ്ക്രീന് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വേറ്റിംഗ് സിസ്റ്റം അല്ലേ. ആക്ച്വേറ്റിംഗ് സിസ്റ്റം, ഈ മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആക്ച്വേറ്റേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഡിഫറെൻറ്റ് ആക്ച്വേറ്റിംഗ് സിസ്റ്റം, അതായത് ന്യൂമാറ്റിക്കും അതുപോലെ ഹൈഡ്രോളിക് സിസ്റ്റവും രണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇതിൽ തന്നെ ആക്ച്വേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ഉപയോഗിച്ചുകൊണ്ട് മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ മോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എലമെന്റുകളെയാണ് നമ്മൾ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ആക്ച്വേറ്റേഴ്സ് രണ്ട് രീതിയിലുള്ളത്, ലീനിയർ ആക്ച്വേറ്ററും റോട്ടറി ആക്ച്വേറ്ററും അല്ലെ. ലീനിയർ ആക്ച്വേറ്റർ ആയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ് കോമൺലി യൂസ്ഡ് ലീനിയർ ആക്ച്വേറ്റിംഗ് ഡിവൈസ്? ഏതാണ്? പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ആണ് അല്ലെ. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ആണ് ലീനിയർ ആക്ച്വേറ്റിംഗ് ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിന്റെ ഡിഫറെന്റ് കോൺഫിഗറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംഗിൾ ആക്ടിംഗ് ഹൈഡ്രോളിക് ഓർ ന്യൂമാറ്റിക് സിലിണ്ടർ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ദെൻ സിംഗിൾ ആക്ടിങ്ങിൽ തന്നെ സ്പ്രിംഗ് റിട്ടേൺ ഉപയോഗിച്ചുകൊണ്ട് റിട്രാക്ഷൻ നടക്കുന്ന പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ രണ്ട് സൈഡിലും അല്ലേ റോഡുള്ള, അതായത് പിസ്റ്റന്റെ രണ്ട് ഭാഗത്തും റോഡുള്ള ഡബിൾ റോഡഡ് ആയിട്ടുള്ള സിലിണ്ടേഴ്സിനെ പറ്റി പറഞ്ഞു. ടാൻഡം സിലിണ്ടർ പറഞ്ഞിട്ടുണ്ട്, ടെലിസ്കോപ്പിക് സിലിണ്ടർ, അങ്ങനെ ഡിഫറെന്റ് കോൺഫിഗറേഷൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിൽ വരുന്ന ഒരു കോമൺ പ്രോബ്ലം കുഷ്യനിങ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം, ഇമ്പാക്ട് എന്നുള്ള പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി കുഷ്യനിങ് എഫക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ ഇതിന്റെ പാർട്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റോട്ടറി ആക്ച്വേറ്റിംഗ് ഡിവൈസ്. ലീനിയർ ആക്ച്വേറ്റിംഗ് ഡിവൈസ് കഴിഞ്ഞപ്പോൾ അടുത്ത റോട്ടറി ആക്ച്വേറ്റിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന എലമെന്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോമൺലി യൂസ് ചെയ്യുന്നത് റോട്ടറി ആക്ച്വേറ്റേഴ്സ് ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് റോട്ടറി ആക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ന്യൂമാറ്റിക്കിൽ റോട്ടറി ആക്ച്വേറ്റേഴ്സിന്റെ നമുക്ക് പഠിക്കാനില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ പറയുന്ന റോട്ടറി ആക്ച്വേറ്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് മോട്ടോർസ് ആണ് അല്ലെ. കോമൺലി യൂസ്ഡ് റോട്ടറി ഹൈഡ്രോളിക് റോട്ടറി ആക്ച്വേറ്റിംഗ് ഡിവൈസ് ഇസ് മോട്ടോർസ്. അപ്പം മോട്ടോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ മോഷനാണ്, ദാറ്റ് ഈസ് റോട്ടറി മോഷനാണ്, റൊട്ടേഷണൽ മോഷനാണ് അല്ലെ. അവിടെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പ്രഷറൈസ്ഡ് ലിക്വിഡ് ആണ് കൊടുക്കുന്നത്. നമ്മളൊരു ഗിയർ മോട്ടോറും അതേപോലെ വെയിൻ മോട്ടോറും ഇതിന്റെ വർക്കിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോട്ടോറാണ്, ദാറ്റ് ഈസ് പിസ്റ്റൺ മോട്ടോർ. ഞാൻ ഇത് വൈഷ്ണവ് സിക്ക് എടുക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് വൈഷ്ണവിനെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചോദിച്ചത്. വൈഷ്ണവ് വന്നോ? പിസ്റ്റൺ പമ്പ് അല്ലേ? പിസ്റ്റൺ പമ്പ്, ഓക്കെ. പിസ്റ്റൺ പമ്പിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പിസ്റ്റൺ മോട്ടോർ. അപ്പോ നീ പ്രസന്റ് ചെയ്യുന്നുണ്ടോ? യൂട്യൂബ് വീഡിയോ അല്ലേ? എങ്ങനെയാലും കുഴപ്പമില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇതാ ഒരു പിസ്റ്റൺ പമ്പിന്റെ അറേഞ്ച്മെന്റ്. ഇതില് കാണുന്ന ഇതിന് ഞാൻ സ്വാഷ് പ്ലേറ്റ് എന്ന് പറയാം. ഈ സ്വാഷ് പ്ലേറ്റ് ഒരു ആംഗിളിൽ ടിൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഇതിൽ കാണുന്നതെല്ലാം ഇതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ പിസ്റ്റൺസ് ആണ്. ഈ പിസ്റ്റൺസ് വഴിയാണ് ഇതിൽ വർക്കിംഗ് നടത്തുന്നത്. അപ്പോൾ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്വാഷ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ഷാഫ്റ്റിന്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സ്വാഷ് പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ
അതിനനുസരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റും കൂടി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ റൊട്ടേഷൻ സംഭവിക്കുന്ന സമയത്ത് ഈ പിസ്റ്റൺ ഒരു റെസിപ്രോക്കേറ്റീവ് മോഷനാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിലൂടെ എന്ന് വെച്ചാൽ ഈ സ്പ്രിങ്സ് ഇല്ലേ, സ്പ്രിങ്സ് വഴി, അതായത് ഈ വീഡിയോ പ്ലേ കാണിച്ചു തരാം. അപ്പോൾ ഈ പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ കംപ്രസ്ഡ് സ്റ്റേറ്റ് ആണ്, ഇപ്പറുള്ളത് ഒരു ലൂസൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്. അപ്പോൾ ഈ കംപ്രസ്ഡ് സ്റ്റേറ്റ് വരുന്ന സ്ഥലത്ത് നിന്നാണ് ഹൈ പ്രഷർ ഉണ്ടാവുക. ഇപ്പർ സൈഡ് ഒരു ലോ പ്രഷറാണ്, വാക്വമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പമ്പിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് പ്രഷർ കാരണം വാട്ടർ ഓറിലെ ഫ്ലൂയിഡോ അത് അതിനുള്ളിലേക്ക് കയറും. പിന്നെ ഇതിൻ്റെ റൊട്ടേഷൻ നടക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ഫ്ലൂയിഡിനെ കൊണ്ടുപോകും. അപ്പോൾ അത് കംപ്രസ് ചെയ്തിട്ട് പ്രഷർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേപോലെ അതിൻ്റെ ഒരു ഹാഫിൽ ഇങ്ങനെ പുൾ ബാക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് വാട്ടർ എൻ്റർ ചെയ്യും. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് ആംഗിളിനനുസരിച്ചിട്ട് ടിൽറ്റ് ചെയ്യുന്ന കാരണം അത് കംപ്രസ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഹാഫിലേക്ക്. ഇതേപോലെ കംപ്രസ്ഡ് ആവുക. അപ്പോൾ കംപ്രസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് പുറത്തേക്ക് കിട്ടും. പിന്നെ നേരെ ഓപ്പോസിറ്റാണ് മോട്ടറിൻ്റെ എന്ന് വെച്ചാൽ ആദ്യം കംപ്രസ്ഡ് ഫ്ലൂയിഡ് വരും, എന്നിട്ട് ഈ പിസ്റ്റണിനെ മൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ സ്വാഷ് പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ സാർ? ഹലോ ഹലോ ഓക്കെ വൈഷ്ണവ്. ഓക്കെ, ഒന്ന് ആ പ്രസന്റേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തോ. സ്റ്റോപ്പ് ചെയ്തല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം വൈഷ്ണവ് പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് പിസ്റ്റൺ പമ്പ് എന്ന് പറയുന്നത് ആക്ച്വലി അവൻ കാണിച്ച വീഡിയോന്റെ ഒരു ആനിമേഷൻ ഫിഗർ ആണിത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലേറ്റ് കാണാം അല്ലേ? ഞാനതൊന്ന് ഫുൾ സ്ക്രീൻ ഇടാം. ഓക്കെ, ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്ന ഒരു പ്ലേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്ലേറ്റ് എന്നുള്ളത് ആണ് വൈഷ്ണവ് പറഞ്ഞ സ്വാഷ് പ്ലേറ്റ് എന്ന് പറയുന്ന എലമെന്റ്. സ്വാഷ് പ്ലേറ്റ് ഒരു ആംഗിൾ, അതായത് ഇങ്ങനെ ഒരു ചെറിയൊരു ആംഗിളിൽ ടിൽറ്റ് ചെയ്തിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടാണ് ഈ സ്വാഷ് പ്ലേറ്റ്. ഓക്കെ, ദെൻ ഈ സ്വാഷ് പ്ലേറ്റിനെ മുട്ടിയിട്ട് പിസ്റ്റൺസ്, കുറെ പിസ്റ്റൺസ് ഇവിടെ കാണാം. ഒന്ന് ഇവിടെ ഉണ്ട്, അതിന്റെ താഴെ ഒന്നുണ്ട്. അതായത് ആ സ്വാഷ് പ്ലേറ്റിന് അതിന്റെ പെരിഫറിക്ക് അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ അറൗണ്ട് ആയിട്ട് സ്വാഷ് പ്ലേറ്റിന് അറൗണ്ട് ആയിട്ട് പിസ്റ്റൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിസ്റ്റൺ ആകുമ്പം അതിന്റെ ഒരു സിലിണ്ടർ ഉണ്ടാവും. ആ സിലിണ്ടർ ഏരിയ ആണ് ഇവിടെ മാർക്ക് ചെയ്ത് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പോർട്ട് ഉണ്ട്, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പോർട്ട് ഉണ്ട്. പമ്പിന്റെ കേസിലാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡ്രൈവ് ഷാഫ്റ്റ് കാണാൻ പറ്റും. ഈ ഡ്രൈവ് ഷാഫ്റ്റിൽ നമ്മൾ എന്ത് കൊടുക്കും? മെക്കാനിക്കൽ റൊട്ടേഷണൽ മോഷൻ കൊടുക്കും. ഇൻപുട്ട് ആയിട്ട് റൊട്ടേഷണൽ മോഷൻ കൊടുക്കും. ഈ റൊട്ടേഷണൽ മോഷൻ കൊടുക്കുന്ന സമയത്ത് പമ്പിന്റെ കേസിൽ ഈ റൊട്ടേഷണൽ മോഷൻ കാരണം ഈ സ്വാഷ് പ്ലേറ്റും റൊട്ടേറ്റ് ചെയ്യും, ഐദർ ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പൊ ഇത് കറങ്ങുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞിട്ട് ഈ സ്വാഷ് പ്ലേറ്റുമായിട്ട് ടച്ചിലാണ്, കോണ്ടാക്റ്റിലാണ് ഈ പിസ്റ്റൺസ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇപ്പം ഞാൻ ഈ ഒരു പിസ്റ്റനെ മാത്രം എടുക്കുകയാണ്. ഈ പിസ്റ്റൺ ഇപ്പൊ ഉള്ളത് മാക്സിമം എക്സ്പാൻഡഡ് കണ്ടീഷനിലാണ്. അതായത് സിലിണ്ടർ ഇവിടെ നോക്കി, സിലിണ്ടറിൽ ഫുള്ള് വാക്യൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അങ്ങനെ വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഇൻലെറ്റ് പോർട്ടിലൂടെ ലോ പ്രഷർ ഫ്ലൂയിഡിനെ ഈ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഓക്കെ, ദെൻ ഈ സ്വാഷ് പ്ലേറ്റ് ഇങ്ങോട്ടേക്ക്, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുന്നതാണ്. ആ കറങ്ങുന്ന സമയത്ത് ഈ ഒരു സിംഗിൾ പിസ്റ്റന്റെ കാര്യം മാത്രം നമുക്ക് നോക്കാം. ഈ പിസ്റ്റൺ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴേക്കും പിസ്റ്റൺ കുറച്ച് ഉള്ളിലേക്ക് കയറും അല്ലെ, കംപ്രസ്ഡ് ആവും.
അങ്ങനെ കയറി കയറി അടിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും താഴത്തെ പോർഷൻ നോക്കിയേ, താഴത്തെ പിസ്റ്റൺ നിങ്ങൾ നോക്കിയേ, അതായത് സിലിണ്ടറിൽ മാക്സിമം കംപ്രഷൻ നടത്തിയിട്ടുണ്ടാവും, ഇതിനകത്ത് എൻട്രി ചെയ്യപ്പെട്ട ഫ്ലൂയിഡിനെ മാക്സിമം കംപ്രസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അടിയിലെത്തുമ്പോഴേക്കും ഈ കംപ്രസ്ഡ് ഫ്ലൂയിഡിനെ അടുത്ത ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് പോകും. അത് ഇൻലെറ്റ് ആയിട്ട് വരുന്ന ഇൻപുട്ട് ആയിട്ട് വരുന്ന ലോ പ്രഷർ ഫ്ലൂയിഡിനെ കംപ്രസ് ആക്കി അല്ലെങ്കിൽ പ്രഷർ കൂട്ടിയിട്ട് പുറത്തേക്ക് വിടുന്നു. ഇതാണ് പിസ്റ്റൺ പമ്പ്. അപ്പോൾ ഇവിടുത്തെ പിസ്റ്റൺസ് ആണ് വർക്കിംഗ് എലമെന്റ്. അത് നമ്പർ ഓഫ് പിസ്റ്റൺസ് ഉണ്ട്, സിംഗിൾ പിസ്റ്റൺ അല്ല. സ്വാഷ് പ്ലേറ്റിന് എക്രോസ് ആയിട്ട് പെരിഫറിയിൽ അറൗണ്ട് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന പിസ്റ്റൺസ് സ്വാഷ് പ്ലേറ്റിന്റെ റൊട്ടേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പം പിസ്റ്റൺ മാക്സിമം എക്സ്പാൻഡ് ചെയ്യുന്ന മൊമെന്റിൽ മാക്സിമം സക്ഷൻ നടക്കും. ദെൻ ഈ റൊട്ടേഷനിലേക്ക് വരുമ്പോഴേക്കും അടുത്ത ഹാഫിൽ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തുമ്പോഴേക്കും പിസ്റ്റൺ മാക്സിമം കംപ്രസ് ചെയ്യും. അപ്പോൾ ഹൈ പ്രഷർ ഫ്ലൂയിഡിനെ പുറത്തേക്ക് വിടും. ഇതാണ് പമ്പിന്റെ വർക്കിംഗ്. അങ്ങനെ മോട്ടോറിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. മോട്ടോർ നമുക്കറിയാം, മോട്ടോറിൽ നമ്മൾ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കംപ്രസ്ഡ് അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് ലിക്വിഡ് ആണ്. സോ ഞാനിത് നേരത്തെ ഔട്ട്ലെറ്റ് പോർട്ടിലൂടെയാണ് ഇപ്പോഴത്തെ ഇൻലെറ്റ് കടത്തിവിടുന്നത്. അപ്പോൾ ഇതിലെ ഞാൻ ഹൈ പ്രഷർ ഫ്ലൂയിഡ് കടത്തിവിടുകയാണ് ഈ പോർട്ടിലൂടെ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ പോർട്ടിലൂടെ ഇപ്പോൾ ഇവിടെ നേരെ ഈ പോർട്ടിന് കണക്കായിട്ട് ഇവിടെ എന്തുണ്ട്, ഒരു പിസ്റ്റൺ വന്ന് നിൽക്കുന്നുണ്ട്. ഈ പിസ്റ്റൺ ഇപ്പോൾ നമുക്കറിയാം കംപ്രസ്ഡ് സ്റ്റേജിലാണ്, അതായത് സ്വാഷ് പ്ലേറ്റിന്റെ ആംഗിളിനനുസരിച്ച് ഇപ്പോൾ പിസ്റ്റൺ കുറച്ചൊരു കംപ്രസ്ഡ് സ്റ്റേജിലാണ്. സോ ഈ വരുന്ന ഫ്ലൂയിഡിന്റെ ഹൈ പ്രഷർ ഈ പിസ്റ്റന്റെ മേലെ ആക്ട് ചെയ്യും. പിസ്റ്റന്റെ മേലെ വരുന്ന ആ ഒരു പ്രഷർ ഈ സ്വാഷ് പ്ലേറ്റിന്റെ മേലെ കൊണ്ടുപോയിട്ട് ഇമ്പാക്ട് ചെയ്യും അല്ലെ, ഇമ്പാക്ട് ചെയ്യും. അപ്പൊ ആ ഇമ്പാക്റ്റിങ് കാരണം ഇനീഷ്യലി ഇത് റെസ്റ്റിലുള്ളത്, ഡ്രൈവ് ഷാഫ്റ്റ് കറങ്ങുന്നൊന്നുമില്ല, റെസ്റ്റിലുള്ളത്. ഹൈ പ്രഷർ ഫ്ലൂയിഡ് വന്നിട്ട് പിസ്റ്റൺ വഴി നമ്മുടെ സ്വാഷ് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ സ്വാഷ് പ്ലേറ്റിന് ചെറിയൊരു അനക്കം ഉണ്ടാവില്ലേ. നമ്മളിപ്പോൾ ഏത് ബോഡിയെയും, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ നല്ല ഇമ്പാക്ട് ചെയ്യുകയാണെങ്കിൽ, നല്ല ഒരു ഫോഴ്സ് കൊടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മുട്ടുകയാണെങ്കിൽ അതിനൊരു ഇനേഷ്യൽ മോഷൻ ഉണ്ടാവില്ലേ. സോ ഈ സ്വാഷ് പ്ലേറ്റിനൊരു ചെറിയ ഇമ്പാക്ട് ലോഡ് വരുമ്പോൾ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഹൈ പ്രഷർ വരുമ്പോഴേക്കും ഈ സ്വാഷ് പ്ലേറ്റിന് ആകെ കൂടെ ഒരു ഒറ്റ ഓറിയന്റേഷണൽ മോഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് റോട്ടറി മോഷൻ. കാരണം ഒരു ഫിക്സഡ് ഷാഫ്റ്റിന് അറൗണ്ട് ആയിട്ടാണ് ഇയാളെ ഫിക്സ് ചെയ്തേക്കുന്നത് അല്ലെ. സോ ഇതിനൊരു റോട്ടറി മോഷൻ, ചെറിയൊരു അനക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ചെറുങ്ങനായിട്ട് അനങ്ങുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള ഈ പിസ്റ്റന്റെ പൊസിഷനിലേക്ക് അടുത്ത പിസ്റ്റൺ വരും. അപ്പൊ അവിടെയും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഹൈ പ്രഷർ ഫ്ലൂയിഡ് കൊടുത്തുകൊണ്ടിരിക്കുക. അടുത്ത പിസ്റ്റൺ വരുമ്പോൾ ആ പിസ്റ്റണും സ്വാഷ് പ്ലേറ്റിന്റെ മേലിൽ ഒരു ഇമ്പാക്ട് ലോഡ് ഉണ്ടാക്കും. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതായത് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ സ്വാഷ് പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. സ്വാഷ് പ്ലേറ്റ് കൗണ്ടർ ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ക്ലോക്ക് വൈസോ കറങ്ങാൻ തുടങ്ങും. സോ ഈ സ്വാഷ് പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഡ്രൈവ് ഷാഫ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. സോ സ്വാഷ് പ്ലേറ്റ് കറങ്ങുന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവ് ഷാഫ്റ്റും കറങ്ങൂലേ? കറങ്ങൂലടാ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഹൈ പ്രഷർ ഫ്ലൂയിഡ് കൊടുക്കുന്നു. ഈ കൊടുത്ത ഫ്ലൂയിഡ് ഇവിടെ സ്വാഷ് പ്ലേറ്റിൽ ഇമ്പാക്ട് ചെയ്യുന്നു, അതായത് അതിന്റെ ഒരു പ്രഷർ ഇമ്പാക്ടിങ് നടത്തുന്നു. അപ്പൊ ഇത് കറങ്ങി വരുന്ന സമയത്ത് ഇത് ഈ പിസ്റ്റൺ കറങ്ങി മേലയിലേക്ക് എത്തുമ്പോഴേക്കും ഇത് മാക്സിമം എക്സ്പാൻഡഡ് കണ്ടീഷനിലായിട്ട് ഉണ്ടാവും. അപ്പൊ ഇതിനകത്തുള്ള ഫ്ലൂയിഡ്, ലോ പ്രഷർ ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് പോകും. നേരെ ഓപ്പോസിറ്റ്, നേരത്തെ ലോ പ്രഷർ ഫ്ലൂയിഡ് നമ്മൾ കൊടുത്തിട്ട് ഹൈ പ്രഷർ ഔട്ട്പുട്ട് ആയിട്ട് മാറ്റിയായിരുന്നു. ഇവിടെ ഹൈ പ്രഷർ ഫ്ലൂയിഡ് നമ്മൾ കൊടുക്കുന്നു, റോട്ടറി മോഷൻ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നു. ദാറ്റ് ഈസ് മെക്കാനിക്കൽ ആക്ച്വേഷൻ അല്ലെ. മെക്കാനിക്കൽ റോട്ടറി ആക്ച്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊട്ടേഷണൽ മോഷൻ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഹൈലി കംപ്രസ്ഡ് ഫ്ലൂയിഡ് ആണ്. സോ ഇവിടെ ഒരു ഫ്ലൂയിഡ് കൊടുക്കുന്നു, ഡ്രൈവ് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് പിസ്റ്റൺ മോട്ടോർ. ഓക്കെ, സോ പ്രഷർ എക്സേർട്ട് ഓൺ ദി എൻഡ്സ് ഓഫ് പിസ്റ്റൺ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വർക്കിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പ്രഷർ എക്സേർട്ടഡ് ഓൺ എൻഡ്സ് ഓഫ് ദി പിസ്റ്റൺ which reciprocate in a cylinder block. The motor, drive shaft and cylinder block are centered on the same axis. The pressure at the end of piston causes a reaction against a tilted swash plate and rotates the cylinder block and the motor shaft. The torque is proportional to the area of piston and is a function of angle at which the swash plate. അതായത് ഇതിന്റെ റോട്ടറി മോഷൻ അല്ലെങ്കിൽ ഇതിന്റെ ടോർക്ക് എന്ന് പറയുന്നത് ഈ സ്വാഷ് പ്ലേറ്റിന്റെ ആംഗിളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാഷ് പ്ലേറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന പിസ്റ്റൺ ഏരിയയായിട്ടും ഫംഗ്ഷൻ, അതായത് അതിന്റെ ഒരു പ്രൊപ്പോർഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഇതിന്റെ മറ്റൊരു ഫിഗർ ആണ് നമ്മളിപ്പം പറഞ്ഞു തന്നെ. നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ വരയ്ക്കേണ്ടുന്ന ഫിഗർ ഒരു ഡ്രൈവ് ഷാഫ്റ്റ് വേണം, ഒരു ട്വിൽറ്റഡ് സ്വാഷ് പ്ലേറ്റ് വേണം, ഈ സ്വാഷ് പ്ലേറ്റുമായിട്ട് കോണ്ടാക്റ്റിലുള്ള പിസ്റ്റൺസിന്റെ അറേഞ്ച്മെന്റ് കാണിക്കണം, ദെൻ ഒരു ഇൻലെറ്റ് പോർട്ടും ഒരു ഔട്ട്ലെറ്റ് പോർട്ടും. ഇതിന്റെയൊക്കെ കൂടി ഈ ഒരു ബ്ലോക്കിനെയാണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്.
സോ ഇൻലെറ്റ് പോർട്ടിലൂടെ ഓയിൽ അണ്ടർ പ്രഷർ, അതായത് വർക്കിംഗ് ആണ് ഈ ഫിഗറിൽ കാണിച്ചത്. ഓയിൽ അണ്ടർ പ്രഷർ ഈ ഇൻലെറ്റ് പോർട്ടിൽ, അപ്പൊ ആ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഇവിടെ പിസ്റ്റൻസിന്റെ മേലിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ ഈ പിസ്റ്റണ് സ്വാഷ് പ്ലേറ്റിൽ ഒന്ന് ഹിറ്റ് ചെയ്യും അല്ലെ, ഹിറ്റ് ചെയ്യും. അങ്ങനെ പിസ്റ്റൺ ഒരു ത്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ സ്വാഷ് പ്ലേറ്റിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ഫോഴ്സ് കാരണം സ്വാഷ് പ്ലേറ്റ് ഒരു റോട്ടറി മോഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ സ്വാഷ് പ്ലേറ്റ് കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് കണക്ട് ചെയ്ത ഡ്രൈവ് ഷാഫ്റ്റ് എലമെന്റും അല്ലെ, ഡ്രൈവ് ഷാഫ്റ്റും കറങ്ങാൻ തുടങ്ങും. ദിസ് ഈസ് വർക്കിംഗ് ഓഫ് പിസ്റ്റൺ മോട്ടോർ. നമുക്ക് അതിന്റെ തിയററ്റിക്കൽ ടേംസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ മുമ്പ് പമ്പ്സിൽ പഠിച്ച എഫിഷ്യൻസി ടേംസ് ആണ് ഇതൊക്കെ. ടെക്സ്റ്റിലുണ്ട്, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഇനി ഞാൻ പറഞ്ഞു, ഈ മൊഡ്യൂളിൽ നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പഠിക്കുന്നത്, അതായത് ഹൈഡ്രോളിക് ന്യൂമാറ്റിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ മോട്ടോർസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സിമ്പിൾസ് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ ഓൾറെഡി ലീനിയർ ആക്ച്വേറ്റിംഗ് ഡിവൈസിന്റെ സിമ്പിളൊക്കെ പഠിച്ചിട്ടുണ്ട്. സിംഗിൾ ആക്ടിംഗ് ഹൈഡ്രോളിക് സിലിണ്ടർ ആണെങ്കിൽ ഒരു സിലിണ്ടറും അല്ലെ, ഒരു സിലിണ്ടറും ഒരു പിസ്റ്റണും, വരക്കുന്നത് ഇതിൽ മൗസ് പോയിന്റർ വെച്ച് വരക്കുന്നതാണ്. ഇത് ഒരു ബോക്സ് ഉണ്ടാവും, അത് സിലിണ്ടർ ബ്ലോക്ക്, ഒരു പിസ്റ്റൺ ഉണ്ടാവും, ഒരു പിസ്റ്റൺ റോഡ് ഉണ്ടാവും. സിംഗിൾ ആക്ടിംഗ് ആണെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം പോർട്ട്, ഡബിൾ ആക്ടിംഗ് ആണെങ്കിൽ രണ്ട് ഭാഗത്തും പോർട്ട്. ഇനി സിംഗിൾ ആക്ടിംഗ് സ്പ്രിംഗ് റിട്ടേൺ ആണെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം പോർട്ടും ഉണ്ടാവും. ഈ റോഡിന് അക്രോസ് ആയിട്ട് സ്പ്രിങ് പോലെ കാണിക്കും അല്ലെ. അപ്പം സിമ്പിൾസ് ഒക്കെ ഓർമ്മ വേണം. ഈ റോട്ടറി ആക്ച്വേറ്റിംഗ് ഡിവൈസുകളാണെങ്കിൽ അതിന്റെ സിമ്പിൾസ് അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ റോട്ടറി ആക്ച്വേറ്റേഴ്സിന്റെ ജനറൽ സിമ്പിൾ എന്ന് പറയുന്ന ഒരു സർക്കിളാണ്. അപ്പം ഇതിനകത്ത് ഹൈ പ്രഷർ ഫ്ലൂയിഡ് നമ്മൾ ഉള്ളിലേക്ക്, അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഫ്ലൂയിഡ് ആണ്. സോ ഹൈ പ്രഷർ ഫ്ലൂയിഡിനെ ഇൻപുട്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എയറോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഈ എയറോ ഫില്ല് ചെയ്യാതെ ഇതേപോലെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു എയറോ ആണെങ്കിൽ അതിനർത്ഥം ന്യൂമാറ്റിക് സിസ്റ്റം എന്നാണ്. ഇനി നിങ്ങൾ മൂന്നാമത്തെ ഫിഗർ നോക്കിയേ, ഈ എയറോ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വെള്ളം, ദാറ്റ് ഈസ് ഹൈഡ്രോളിക് എന്നാണ് അർത്ഥം. ഇനി ഈ സർക്കിളിന്റെ ഉള്ളിൽ തന്നെ, സർക്കിളിന്റെ പുറത്തായിട്ട് രണ്ട് വര നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എലമെന്റ്, ദാറ്റ് ഈസ് ഡ്രൈവ് ഷാഫ്റ്റ്. അതായത് ഈ സർക്കിള് മോട്ടോറാണ്, മോട്ടോറിനെ കാണിക്കാനാണ് സർക്കിള്. ഓക്കെ, മോട്ടോർ എന്നുള്ളതിന്റെ എംബ്ലം ആണ് പ്യുവർ സർക്കിൾ. ഈ സർക്കിളില് ടുവേർഡ് സെന്റർ ആണ് എയറോ എങ്കിൽ അതിനർത്ഥം അത് മോട്ടോർ ആണ്. മോട്ടോർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടുവേർഡ് സെന്ററിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് എയറോ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ പുറത്തുള്ള രണ്ട് വരകൾ എന്താ, ഒന്ന് ഇൻലെറ്റ് പോർട്ടാണ്, മറ്റൊന്ന് ഔട്ട്ലെറ്റ് പോർട്ടാണ്. പിന്നെ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന ഡബിൾ ലൈൻ, ഇത് ഡ്രൈവ് ഷാഫ്റ്റ് ആണ്. ഓക്കെ, ഇനി ഈ സർക്കിളിന്റെ ഉള്ളിൽ ടുവേർഡ് സെന്റർ ഒറ്റ എയറോ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനർത്ഥം വൺ ഡയറക്ഷൻ മോട്ടോറാണ്. അതായത് ഒന്നുകിൽ അത് ക്ലോക്ക് വൈസ് മാത്രമേ കറങ്ങുള്ളൂ, അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് മാത്രമേ കറങ്ങുള്ളൂ. അങ്ങനെ യൂണി ഡയറക്ഷണൽ മോട്ടോറിനാണ് ഒറ്റ എയറോ മാത്രം വെച്ച് കാണിക്കുന്നത്. അതിന് കൂടെ തന്നെ ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു ഫിഗർ കാണാം. ഇവിടെ രണ്ട് എയറോ ഉണ്ട് ടുവേർഡ് സെന്റർ. അങ്ങനെ രണ്ട് ഭാഗത്തേക്കും ഇൻപുട്ട് എടുക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് രണ്ട് ഭാഗത്തേക്കും കറങ്ങും. അത് ഒരു ഭാഗത്തേക്ക് മേലേന്ന് താഴോട്ടേക്ക് ഹൈ പ്രഷർ ഫ്ലൂയിഡ് വരുന്ന സമയത്ത് ഈ ഡ്രൈവ് ഷാഫ്റ്റ് ക്ലോക്ക് വൈസ് ആയിരിക്കും കറങ്ങുക. നേരെ മറിച്ച് താഴേന്ന് മേലോട്ടേക്കാണ് ഹൈ പ്രഷർ ഫ്ലൂയിഡ് പോകുന്നുണ്ടെങ്കിൽ ഈ ഷാഫ്റ്റ് കറങ്ങുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യൂണി ഡയറക്ഷനും അതേപോലെ ഡബിൾ ഡയറക്ഷൻ അല്ലെ 2 ഡയറക്ഷൻ, അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ എയറോയുടെ എണ്ണം മാറുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, മോട്ടോർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കിൾ വരച്ചിരിക്കുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടും അല്ലെ ഇൻലെറ്റ് പോർട്ടും ഔട്ട്ലെറ്റ് പോർട്ടും ആണ് മേലേലും താഴേലും കാണിച്ചിരിക്കുന്ന വര. സൈഡിലുള്ള ഈ ഡബിൾ ലൈൻ എന്ന് പറയുന്നത് ഷാഫ്റ്റ് ആണ്, ഡ്രൈവ് ഷാഫ്റ്റ്. ദെൻ ടുവേർഡ്സ് സെന്റർ ആണ് നമ്മളുടെ പോയിന്റിങ് അല്ലെങ്കിൽ ഈ ഒരു എയറോ എങ്കിൽ അതിനർത്ഥം അത് മോട്ടോർ എന്നാണ്. ഇനി ചിലപ്പോ സെന്ററിൽ നിന്നും, അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സർക്കിള് എയറോ ഉള്ളത് ഇങ്ങനെയാണെന്ന് വെച്ചോ, ഇങ്ങനെ എയറോ, അതേപോലെ ഒരു ഇൻലെറ്റ് പോർട്ട്, ഒരു ഔട്ട്ലെറ്റ് പോർട്ട്. ഇതെന്തിന്റെ സിമ്പിൾ ആയിരിക്കും?
പമ്പാ? കറക്റ്റ്, പമ്പാണ്. കാരണം ഈ എയറോ എന്ന് പറയുന്നത് ആക്ച്വലി പ്രഷറൈസ്ഡ് ഫ്ലൂയിഡിന്റെ ഫ്ലോയെ കാണിക്കുന്ന. ഇപ്പം ന്യൂമാറ്റിക് എയർ, അതായത് കംപ്രസ്ഡ് എയർ, ഇപ്പൊ ഈ സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് കംപ്രസ്ഡ് എയർ പോകുന്നു, അതായത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് എന്താണ്? കംപ്രസ്ഡ് എയർ ആണ്. അപ്പൊ പമ്പിലാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കംപ്രസ്ഡ് എയർ കിട്ടുന്നത്. ഈ എയറോ നേരെ തിരിച്ച് ഇവിടെ ഉള്ള പോലെ ആണെങ്കിൽ അതിനർത്ഥം ദാറ്റ് ഈസ് മോട്ടോർ. ഇപ്പൊ മോട്ടോറും പമ്പും എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, സിമ്പിളിൽ ഡിഫറൻഷിയേഷൻ വരുന്നത് ഈ എയറോനെ നോക്കിയിട്ടാണ്. ടുവേർഡ്സ് സെന്റർ ആണ് എയറോ എങ്കിൽ ദാറ്റ് ഈസ് മോട്ടോർ. അതേപോലെ തന്നെ എവേ ഫ്രം സെന്റർ, അല്ലെങ്കിൽ സെന്ററിൽ നിന്നും പുറത്തേക്ക്, അതായത് കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ കംപ്രസ്ഡ് ഫ്ലൂയിഡിന്റെ ഫ്ലോ പുറത്തേക്ക്, സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്കാണെങ്കിൽ ദാറ്റ് ഈസ് പമ്പ്. ഇനി ഈ എയറോ തന്നെ ഇതേപോലെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് ഹൈഡ്രോളിക് പമ്പ്. ഫില്ല് ചെയ്യാതെ നേരത്തെ വരച്ച പോലെ ആണെങ്കിൽ അതിന്റെ അർത്ഥം കംപ്രസർ, അല്ലെ? ന്യൂമാറ്റിക് എലമെന്റ്, അതായത് എയറിനെ കംപ്രസ് ചെയ്യുന്ന സാധനത്തെ നമ്മൾ കംപ്രസർ എന്നല്ലേ പറയാ, അല്ലാണ്ട് എയർ പമ്പ് എന്ന് പറയോ? ഇല്ല, അതൊരു കംപ്രസർ യൂണിറ്റ് ആണെന്ന് നമ്മൾ പറയാം. സോ നമുക്ക് പമ്പിന്റെ ഒക്കെ ആവശ്യം വരും. നമുക്ക് എന്തരം സിമ്പിൾസിനെ പറ്റി പറയാം. ഇപ്പൊ നമ്മൾ റോട്ടറി ആക്ച്വേറ്റിംഗ് ഡിവൈസ്, അതായത് മോട്ടോർസിന്റെ സിമ്പിളുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണിച്ച ഈ ഫിഗറിനെ എങ്ങനെയാണ് നെയിം ചെയ്യുക, ഈ സിമ്പിളിനെ എങ്ങനെയാണ് നെയിം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ എയറോ മാത്രമേ ഉള്ളൂ ടുവേർഡ്സ് സെന്റർ. സോ ദിസ് ഈസ് യൂണി ഡയറക്ഷണൽ റൊട്ടേഷൻ. പിന്നെ വേറെ ഒന്നുമില്ല, കോൺസ്റ്റന്റ് ഡിസ്പ്ലേസ്മെന്റ് വോളിയം. അതായത് ഇതിനകത്തേക്ക് വരുന്ന ഫ്ലോ കോൺസ്റ്റന്റ് ഡിസ്പ്ലേസ്മെന്റ് ഫ്ലോ ആണെങ്കിൽ ഇതേപോലെയാണ് ഫസ്റ്റ് സിമ്പിൾ ഉണ്ടാവുക, ഫസ്റ്റ് കാണിച്ച പോലെ സിമ്പിൾ ഉണ്ടാവുക. ഇനി അതിന്റെ കൂടെ തന്നെ വേറൊരു ഫിഗറും കൂടിയുണ്ട്, 2 എയറോ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേര് 2 ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, അതായത് ക്ലോക്ക് വൈസും ഉണ്ടാവും കൗണ്ടർ ക്ലോക്ക് വൈസും ഉണ്ടാവും. 2 ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വിത്ത് കോൺസ്റ്റന്റ് ഡിസ്പ്ലേസ്മെന്റ് വോളിയം. ഇനി ഫസ്റ്റ് കാണിച്ച അതേ ഫിഗറിന് അക്രോസ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് മേലിലൂടെ ഒരു എയറോ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് 1 ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വിത്ത് വാരിയബിൾ ഡിസ്പ്ലേസ്മെന്റ്. വാരിയബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് വരുന്ന കംപ്രസ്ഡ് എയറിന്റെ അല്ലെങ്കിൽ കംപ്രസ്ഡ് ഫ്ലൂയിഡിന്റെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് റേറ്റ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ഓരോ മൊമെന്റിലും മാറിക്കൊണ്ടിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് നമ്മളെ ഡ്രൈവ് ഷാഫ്റ്റിന്റെ റൊട്ടേഷനും മാറിക്കൊണ്ടിരിക്കും. സോ വാരിയബിൾ ഡിസ്പ്ലേസ്മെന്റ്, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു അക്രോസ് ഒരു എയറോ കാണിച്ചത് രണ്ടാമത്തെ ഫിഗറിൽ. ദെൻ വീണ്ടും അടുത്ത ഫിഗർ 2 എയറോ ഉണ്ട്. അപ്പം 2 ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വിത്ത് വാരിയബിൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതൊക്കെ ന്യൂമാറ്റിക് ആണ്, കാരണം ന്യൂമാറ്റിക് മോട്ടോറാണ്. കാരണം എന്താ, ഈ എയറോ ഫില്ല് ചെയ്യാതെ കിടക്കുകയാണ്. ഇനി ഇതേ ഫിഗർ തന്നെയാണ് താഴെയിലുള്ളത്, പക്ഷെ അവിടെയുള്ള മാറ്റം ആ എയറോ ഹെഡ് അല്ലെങ്കിൽ എയറോ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഡാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡാർക്കൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് ഹൈഡ്രോളിക് സിസ്റ്റം. അപ്പോൾ ഇതിന്റെ പേര് 1 ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വിത്ത് കോൺസ്റ്റന്റ് ഡിസ്പ്ലേസ്മെന്റ് ഹൈഡ്രോളിക് മോട്ടോർ, അല്ലെ? ഈ രണ്ടാമത്തെ ഫിഗർ 2 ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വിത്ത് കോൺസ്റ്റന്റ് ഡിസ്പ്ലേസ്മെന്റ് ഹൈഡ്രോളിക് മോട്ടോർ, അല്ലെ? ദെൻ ഏറ്റവും താഴെയുള്ളത് 1 ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വിത്ത് വാരിയബിൾ ഡിസ്പ്ലേസ്മെന്റ് ഹൈഡ്രോളിക് മോട്ടോർ. ഇവിടെ 2 ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വിത്ത് വാരിയബിൾ ഡിസ്പ്ലേസ്മെന്റ് ഹൈഡ്രോളിക് മോട്ടോർ. അപ്പൊ ഹൈഡ്രോളിക്കും ന്യൂമാറ്റിക്കും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ എയറോ ഹെഡ് നോക്കിയിട്ടാണ്. അതേപോലെ പമ്പും മോട്ടോറും തമ്മിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എയറോ ഹെഡിന്റെ പൊസിഷൻ എങ്ങോട്ടേക്കാണ് ഫോക്കസ് ചെയ്തതെന്ന് നോക്കിയിട്ടാണ്. സെൻട്രലിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണെങ്കിൽ മോട്ടോർ, സെൻട്രലിൽ നിന്നും പുറത്തേക്കാണെങ്കിൽ ദാറ്റ് ഈസ് പമ്പ്. അപ്പൊ ഇത്രയും സിമ്പിൾസ് ഒന്ന് ഓർമ്മ വേണം. നമുക്ക് ഇതൊക്കെയാണ് സർക്യൂട്ട് ഡിസൈനിങ്ങിന് ആവശ്യമുള്ളത്. ഇത്രയാണ് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ആക്ച്വേറ്റിംഗ് ഡിവൈസുകളെ പറ്റി നമുക്ക് പറയാനുള്ളത്. ആക്ച്വേറ്റേഴ്സ് 2 രീതിയിലുണ്ട്, ഹൈഡ്രോളിക് ഉണ്ട്, ന്യൂമാറ്റിക് ഉണ്ട്. അതിൽ തന്നെ വീണ്ടും 2 ഉണ്ട്, ലീനിയർ ഉണ്ട്, റോട്ടറി ഉണ്ട്. ലീനിയറിൽ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ആണ്, റോട്ടറിയിൽ പൊതുവെ യൂസ് ചെയ്യുന്നത് മോട്ടോറുകളാണ്. ഇനി നമ്മൾ പറയുന്നത് ഈ ഹൈഡ്രോളിക് ഓർ ന്യൂമാറ്റിക് സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന കുറച്ച് കൺട്രോളിങ് എലമെന്റ് ആണ്. അതായത് കുറെ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യണം. ഏത് സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ലിമിറ്റ്, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൺട്രോൾ വാൽവുകളെ പറ്റി. അതായത് ഡയറക്ഷൻ ഓഫ് ഫ്ലോ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ ആവശ്യമായ കുറച്ച് വാൽവുകൾ, അതിനെ നമ്മൾ ഡയറക്ഷൻ കൺട്രോൾ വാൽവ് എന്ന് പറയും. അതേപോലെ ഒരു സിസ്റ്റത്തിനകത്ത് പ്രഷർ ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സിസ്റ്റം തന്നെ എന്താവാം, കേടാവാനുള്ള ഇപ്പം നിങ്ങളൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ കംപ്രസർ യൂണിറ്റ് ഉണ്ട് നമ്മളെ ലാബിൽ. ഈ കംപ്രസറിലെ ഒരു റിസീവിങ് ടാങ്ക് ഉണ്ട്, അല്ലെ? നിങ്ങൾ വണ്ടിക്കൊക്കെ കാറ്റടിക്കാൻ പോയാൽ കാണുന്ന ഒരു
സിലിണ്ടർ ബ്ലോക്ക് കാണുന്നില്ല, ഒരു അക്യുമുലേറ്റിംഗ് ടാങ്ക്. അപ്പൊ ആ ടാങ്കിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് മേലെ എയറിനെ കംപ്രസ് ചെയ്തിട്ട് ഞാൻ ആ ടാങ്കിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റിനേക്കാളും മേലെ പ്രഷർ അതിൽ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സിലിണ്ടർ പൊട്ടിത്തെറിക്കൂലടാ, ഇല്ലേ? അപ്പൊ ആ പ്രഷറിനെ കൺട്രോൾ ചെയ്യണം. നമുക്കറിയില്ല ഇതിനകത്ത് എത്ര പ്രഷറാണ് ഇപ്പം കയറിയിട്ടുള്ളത്. അപ്പോൾ ആ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി വാൽവ് ഉണ്ടാവും അല്ലെ, സേഫ്റ്റി വാൽവ് ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ പ്രഷർ കൺട്രോൾ വാൽവ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രഷർ റിലീഫ് വാൽവ്. അതായത് ഈ സിലിണ്ടറിൽ കൊള്ളാവുന്ന മാക്സിമം പ്രഷർ ആയി കഴിഞ്ഞാൽ അതിന് മേലേക്ക് വരുന്ന പ്രഷറുകളൊക്കെ അപ്പൊ തന്നെ ഒരു വാൽവ് ഓപ്പൺ ആവുകയും പുറത്തേക്ക് പോവുകയും ചെയ്യും. നമ്മളെ പ്രഷർ കുക്കർ ഇല്ലേ, പ്രഷർ കുക്കർ, ഈ പ്രഷർ കുക്കറിൽ നമുക്ക് വിസിലുണ്ട് ഇല്ലേ? വിസിൽ തന്നെയല്ലേ നിങ്ങൾ പറയാം? എടാ മൂടിയുടെ മുകളിൽ വരുന്ന ഒരു സാധനം, വെയിറ്റ് എന്ന് പറയും, വിസിൽ എന്ന് പറയും. ഓക്കെ, വെയിറ്റ് നിങ്ങൾ പറയുന്നതാണെങ്കിൽ കൗണ്ടർ വെയിറ്റ് അല്ലെ, വെയിറ്റ് എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മള് ഈ പ്രഷർ കുക്കറിന്റെ പിന്നെ ആ പാത്രത്തിനകത്ത് വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാകം ചെയ്യാൻ വേണ്ടി വെച്ച് മൂടിയൊക്കെ ഇട്ട് അടപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് കത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ചേംബറിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പാനിനകത്ത് അല്ലെങ്കിൽ ഈ പ്രഷർ കുക്കറിന്റെ ആ പാത്രത്തിനകത്ത് നല്ല പ്രഷർ ഉണ്ടാവും അല്ലെ, ഹൈ പ്രഷർ എക്സേർട്ട് ചെയ്യും. അവിടെ അങ്ങനെ ഒരു വെയിറ്റ് ഇടുന്നതിന്റെ ആവശ്യം എന്താ? വെയിറ്റ് ഇടുന്നതിന്റെ ആവശ്യം എടാ, എപ്പോഴാണ് ഇതിന്റെ പ്രഷർ കുക്കർ അതായത് പ്രഷർ മാക്സിമം ആയി, അതിനകത്ത് കൊള്ളുന്നതിന്റെ മാക്സിമം ആയി, അടുത്ത മൊമെന്റിലാണ് ഈ വിസിൽ മേലോട്ടേക്ക് പൊങ്ങുന്നത് അല്ലെ, അല്ലെ ഈ വെയിറ്റ് പൊങ്ങുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് കുറെ ചൂടായ നീരാവി പുറത്തേക്ക് പോകും. അപ്പൊ ബാലൻസ്ഡ് ആവും, വീണ്ടും വിസിൽ താഴോട്ടേക്ക് തന്നെ വന്ന് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതിനകത്ത് പ്രഷർ നല്ലപോലെ കൂടും. ഹൈ പ്രഷർ ആകുമ്പോൾ, അതായത് എക്സസ് ആകുമ്പോൾ വീണ്ടും നിങ്ങളുടെ വെയിറ്റ് മേലോട്ടേക്ക് പോകും. അതിനാണ് നമ്മൾ പ്രഷർ കുക്കർ വിസിൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആ വിസില് പൊങ്ങാൻ വിടാതെ വിസിലിൽ ഇങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്, പ്രസ് ചെയ്ത് പിടിക്കാന്ന് വെച്ചോ, അല്ലെങ്കിൽ ആ വിസിലിന്റെ ഇടുന്ന ആ ഒരു നോസിലില്ലേ, ആ നോസിലിന്റെ അവിടെ എന്തെങ്കിലും സാധനം വന്നിട്ട് ഉള്ളിൽ നിന്നെങ്ങാനും അടഞ്ഞു പോയി എന്ന് വെച്ചോ, നിങ്ങൾ പാകം ചെയ്യാൻ വെച്ചതിലുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് വന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഈ വിസിലിലേക്ക് വരുന്ന ആ ഒരു ചെറിയൊരു പോർട്ടില്ലേ, ഒരു നോസിൽ പോലുള്ള, അത് അടഞ്ഞു പോയി നോക്ക്. അപ്പൊ എന്താ സംഭവിക്കുന്നുണ്ടായേ? അങ്ങനെ ഒരുപാട് ആൾക്കാർ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവും. ആ മൂടിയുടെ അടപ്പിന്റെ മുകളിൽ ചെറിയൊരു വാഷർ പോലുള്ള ഒരു സാധനം ഉണ്ടല്ലേ, ഒരു ചെറിയൊരു വാഷർ പോലുള്ള ഒരു ചെറിയ എന്താ പറയാ ഒരു ബോൾട്ട് പോലുള്ള ഒരു എലമെന്റ്, അത് ആക്ച്വലി ഒരു സേഫ്റ്റി വാൽവാണ്. അപ്പോ ഈ വിസിലൂടെ അല്ലെ വെയിറ്റിലൂടെയും പ്രഷർ പുറത്തേക്ക് പോവാതെ വരുന്ന ഒരു കണ്ടീഷൻ വരുമ്പോ എക്സസ് പ്രഷർ ഈ വാൽവിലാണ് ആക്ട് ചെയ്യുക. അപ്പൊ ആ വാൽവ് പൊട്ടിത്തെറിക്കും. ഇത് വാൽവ് പൊട്ടിയിട്ട് അതിലെ എക്സസ് ആയിട്ടുള്ള പ്രഷർ പുറത്തേക്ക് പോകും. ഇനി ആ വാൽവും പൊട്ടുന്നില്ല എങ്കിലാണ് പിന്നെ എന്ത് സംഭവിക്കുക? ഈ കുക്കർ അടക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. അപ്പം കുക്കർ അങ്ങനെ നോർമൽ കേസിൽ പൊട്ടിത്തെറിക്കൂല, കാരണം ഈ സേഫ്റ്റി വാൽവ് ഒന്നുകിൽ കൗണ്ടർ വെയിറ്റ് ഉള്ളതുകൊണ്ട് വെയിറ്റ് വെച്ച് നമ്മൾ ഓരോ മൊമെന്റിലും എക്സസ് പ്രഷർ പുറത്തേക്ക് പോകും. ഇനി അതും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ വാൽവ് പൊട്ടും, അത്രേ സംഭവിക്കുള്ളൂ. സോ അത് അവിടെ ഒരു പ്രഷർ കൺട്രോളിങ് വാൽവാണ്, പ്രഷർ കൺട്രോളിങ് വാൽവാണ് പ്രഷർ കുക്കറിന്റെ കേസിലുള്ളത്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂമാറ്റിക് സിസ്റ്റത്തിനകത്ത് ഓവർ പ്രഷർ വരികയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം തന്നെ മൊത്തം പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാൽവുകൾ ഉണ്ട്, അതിനെ നമ്മൾ പ്രഷർ കൺട്രോൾ വാൽവ് എന്ന് പറയും. ഇനി നിങ്ങളുടെ വീട്ടിലൊക്കെ പൈപ്പ് ലൈൻ ഉണ്ട്, അതായത് വാട്ടർ ടാങ്കിൽ നിന്നും നിങ്ങളുടെ വീട്ടിലുള്ള ഡിഫറെന്റ് പോയിന്റുകളിലുള്ള പൈപ്പുകളിലേക്ക് വെള്ളം വരുന്ന പൈപ്പിംഗ് ഉണ്ട് അല്ലെ, പൈപ്പിംഗ് ഒരു അറേഞ്ച്മെന്റ് നിങ്ങളെ പ്ലംബർ വന്നിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോ ഇയാള് പിന്നെ നമ്മളെ മെയിൻ ടാങ്കിൽ നിന്നും മറ്റ് പൈപ്പിലേക്കൊക്കെ പോകുന്ന സപ്ലൈ പോകുന്ന ആ ഒരു പൈപ്പിനകത്ത് ഒരു വാൽവ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഏതെങ്കിലും പൈപ്പ് കേടായി കഴിഞ്ഞാൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് പോയിട്ട് ആ ഒരു വാൽവ് അടക്കും ഇല്ലേ? അങ്ങനെ അടച്ച ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹലോ, അതായത് മെയിൻ ടാങ്കിൽ നിന്ന് മെയിൻ സപ്ലൈ വരുന്ന ലൈനിൽ ഒരു വാൽവ് ഉണ്ടാവും. ആ വാൽവ് നമ്മൾ പോയിട്ട് മാനുവലി തിരിക്കും, അല്ലെങ്കിൽ ഒരു ലിവർ ആയിരിക്കും, ലിവറിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു പൈപ്പിലേക്കും ഒരു പോയിന്റിലേക്കും അല്ലെങ്കിൽ ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ മറ്റേ കിച്ചണിലേക്കോ എവിടെയും വെള്ളം വരില്ല അല്ലെ. അപ്പൊ ആ വാൽവ് ആക്ച്വലി എന്താ ചെയ്തത്? നിങ്ങളിപ്പോ പോയിട്ട് ആ ലിവർ അഡ്ജസ്റ്റ് ചെയ്തു, ലിവർ തിരിച്ചു. അപ്പൊ അവിടുത്തെ ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ വെള്ളത്തിന്റെ
ഫ്ലോയെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാണ് ചെയ്തത്? കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു അല്ലെ, അല്ലെങ്കിൽ ഫ്ലോയെ കൺട്രോൾ ചെയ്തു, അങ്ങനെയല്ലേ പറയാ? അല്ലേടാ? ഓക്കെ, അപ്പൊ അതിനുള്ള വാക്കുകൾ പറയുന്നത് ഫ്ലോ കൺട്രോൾ വാൽവ്. ഇനി നിങ്ങളെ വീട്ടിലൊക്കെ ഓരോ പോയിന്റിലും പൈപ്പുകളുണ്ട്, അതായത് കിച്ചണിലുണ്ട്, വാഷ് ബേസിനിലുണ്ട്. അപ്പൊ നിങ്ങൾ പൈപ്പിൽ വെള്ളം വരാൻ വേണ്ടി, നല്ല സ്പീഡിൽ വരാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുക? ഇത് മാക്സിമം അതിന്റെ മുകളിലുള്ള ടോപ്പ് തിരിക്കും അല്ലേ? തിരിക്കും. ഇനി വളരെ പതുക്കെ വരണ്ടെങ്കിൽ കുറച്ച് മാത്രമേ തിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ആക്ച്വലി നിങ്ങളെ പൈപ്പിന്റെ മുകളിലുള്ള ആ നോബ് എന്ന് പറയുന്നത് ഒരു ഫ്ലോ കൺട്രോൾ വാൽവാണ്. നമ്മള് ലീക്കേജ് വന്നാൽ പറയും വാഷർ മാറ്റണം എന്ന് പറയും, പൈപ്പിന്റെ വാഷർ മാറ്റണം എന്ന് പറയും അല്ലെ? അപ്പൊ നമ്മൾ ആ ഒരു സ്പിൻഡിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഇത് കറക്കുമ്പം ഈ വാഷർ പോയിട്ട് അവിടെ പ്ലേസ് ചെയ്ത് നിൽക്കുകയും വെള്ളത്തിന്റെ ഫ്ലോയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് പൈപ്പിലൂടെ വെള്ളം വരാത്തത്. നമ്മൾ ഇത് ഓപ്പോസിറ്റ് തിരിക്കുമ്പോൾ, മാക്സിമം ലൂസാക്കി തിരിക്കുമ്പോൾ ഈ വാഷർ മേലോട്ടേക്ക് പൊങ്ങി വരികയും ഫ്ലൂയിഡിന്റെ ഫ്ലോയെ കൃത്യമായിട്ട് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്ലോയെ കൺട്രോളിങ് ആക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള എലമെന്റുകളെ നമ്മൾ ഫ്ലോ കൺട്രോൾ വാൽവ് എന്നുള്ളത് പറയും. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള 3 ടൈപ്പ് വാൽവുകളാണ്. അതായത് ഹൈഡ്രോളിക് സിസ്റ്റവും ന്യൂമാറ്റിക് സിസ്റ്റവും നമുക്ക് ഫെമിലറൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിനകത്ത്, ഈ പറയുന്ന 2 സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 വാൽവുകളെ പറ്റിയാണ് ഇനി നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഒന്ന് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്, മറ്റൊന്ന് പ്രഷർ കൺട്രോൾ വാൽവ്, പിന്നെ ഉള്ളത് പ്രോസസ് കൺട്രോൾ അല്ലെങ്കിൽ ഫ്ലോ കൺട്രോൾ. അതായത് നമ്മുടെ വീട്ടിലേക്ക് പൈപ്പ് ലൈനിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, ദാറ്റ് ഈസ് പ്രോസസ് ഓർ ഫ്ലോ കൺട്രോൾ വാൽവ്. അപ്പൊ ഇത്രയും വാൽവുകളെ പറ്റിയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഈ മൊഡ്യൂൾ നമ്മൾ ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് സിസ്റ്റം ഡിസൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ വരുന്ന ആക്ച്വേറ്റിംഗ് ഡിവൈസുകളെ പറ്റി മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി ആ സിസ്റ്റത്തിൽ വരുന്ന കൺട്രോൾ വാൽവുകളെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ഹൈഡ്രോളിക് ന്യൂമാറ്റിക് സർക്യൂട്ടുകളൊക്കെ എളുപ്പത്തിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ നമുക്ക് നോക്കാം എന്താണ് ഇത്, എന്തിനാണ് ഈ വാൽവുകൾ. സോ ഫ്ലൂയിഡ് പവർ ഈസ് കൺട്രോൾ പ്രൈമർലി ത്രൂ ദി യൂസ് ഓഫ് കൺട്രോൾ ഡിവൈസ് കോൾഡ് വാൽവ്സ്. വാൽവിന്റെ ഡെഫിനിഷൻ ആണ് ഫ്ലൂയിഡ് പവർ ഈസ് കൺട്രോൾ primarily through the use of control device called valves. Hydraulic and pneumatic system require control valves to direct and regulate the flow of. അതായത് എന്താണ് വാൽവിന്റെ ആവശ്യം, അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ടു control to direct and regulate the flow of fluid from pump to hydraulic or pneumatic cylinders അല്ലെ? ഇത് നമ്മളിപ്പോ കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ കംപ്രസ്ഡ് ലിക്വിഡ് ആണ് നമ്മളുടെ വർക്കിംഗ് മീഡിയം. ആക്ച്വേറ്റിംഗ് ഡിവൈസിനകത്ത് നമ്മൾ വർക്കിംഗ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ കംപ്രസ്ഡ് ലിക്വിഡ് ആണ്. അപ്പോൾ കംപ്രസ്ഡ് എയർ ആണെങ്കിൽ നമ്മളതൊരു കംപ്രസറിൽ നിന്നാണ് വരുന്നത്. കംപ്രസ്ഡ് ലിക്വിഡ് ആണെങ്കിൽ നമുക്കത് കിട്ടുന്നത് പമ്പിൽ നിന്നാണ്. അപ്പോൾ കംപ്രസറിൽ നിന്നോ അല്ലെങ്കിൽ പമ്പിൽ നിന്നോ വരുന്ന ഫ്ലൂയിഡിന്റെ, വർക്കിംഗ് ഫ്ലൂയിഡിന്റെ, നമ്മുടെ ഇൻപുട്ടിന്റെ എല്ലാ കാര്യങ്ങളെയും റെഗുലേറ്റ് ചെയ്യുകയും ആ റെഗുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തിലേക്ക് അയക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് വാൽവ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ സെലക്ഷൻ ഓഫ് ദീസ് കൺട്രോൾ ഡിവൈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ്, സൈസ്, ആക്ച്വേറ്റിംഗ് ടെക്നിക് ആൻഡ് റിമോട്ട് കൺട്രോൾ കാപ്പബിലിറ്റി. അപ്പൊ ഏതൊക്കെ ടൈപ്പ് വാൽവാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മുടെ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് നോക്കാം എന്താണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്. ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ് എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഡയറക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫ്ലൂയിഡിന്റെ ഫ്ലോ ഡയറക്ഷൻ, ഞാൻ ആദ്യം പറഞ്ഞ ഫ്ലൂയിഡ് ഇങ്ങനെ ഈ ഒരു ഫ്ലോയിലാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യേണ്ടത്. ബട്ട് അടുത്ത മൊമെന്റിൽ എനിക്ക് ഫ്ലൂയിഡ് പോകേണ്ടത് ഇവിടുത്തെ വരെ കോമൺ ആണ്, പക്ഷെ നേരത്തെ മേലോട്ടേക്ക് പോയതിന് പകരം ഇപ്പൊ എനിക്ക് വേണ്ടത് താഴോട്ടേക്കാ പോകേണ്ടത്. അപ്പോ എനിക്ക് ആകെ കൂടെ ഒരു ഇൻലെറ്റ്, ഒരൊറ്റ ഇൻപുട്ട് ലൈനേ ഉള്ളൂ. ഈ ഇൻപുട്ട് ലൈനിൽ നിന്ന് വരുന്ന വെള്ളത്തെ ഒരു മൊമെന്റിൽ മേലോട്ടേക്ക് അയക്കണം, അടുത്ത മൊമെന്റിൽ താഴോട്ടേക്ക് അയക്കണം. അപ്പൊ ഈ ഒരു പോയിന്റിൽ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ, അതായത് ഫസ്റ്റ് ടൈം മേലോട്ടേക്ക് അയക്കാനും സെക്കൻഡ് ടൈം താഴോട്ടേക്ക് അയക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരാൾ ഇവിടെ വേണം. അയാളെയാണ് നമ്മൾ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത്. ഡയറക്ഷനെ കൺട്രോൾ ചെയ്യുന്ന വാൽവ്. ദാറ്റ് ഈസ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി പാത്ത് ഓഫ് ദ ഫ്ലൂയിഡ് ത്രൂ വിച്ച് ഇറ്റ് ഷുഡ് ട്രാവൽ വിത്തിൻ എ ഗിവൺ സർക്യൂട്ട്. നമ്മളുടെ സർക്യൂട്ടിനകത്തൂടെ ഏത് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഏത് പാത്തിലൂടെ മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്. ദെൻ ദ കൺട്രോൾ ഓഫ് ഫ്ലൂയിഡ് പാത്ത് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ചെക്ക് വാൽവ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ചില വാൽവുകളാണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവുകളുടെ പേരാണ് ഇത്: ചെക്ക് വാൽവ്, ഷട്ടിൽ വാൽവ്, 2 വേ, 3 വേ, 4 വേ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ്. കോമൺലി ഹൈഡ്രോളിക് ഓർ ന്യൂമാറ്റിക് സർക്യൂട്ടിനകത്ത് യൂസ് ചെയ്യുന്ന ചില വാൽവുകളുടെ പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.
ചെക്ക് വാൽവ്, ഷട്ടിൽ വാൽവ്, 2-വേ വാൽവ്, 3-വേ വാൽവ്, 4-വേ വാൽവ്, ഇങ്ങനെയുള്ള കുറച്ച് വാൽവുകൾ. നമ്മൾ ഇതിന്റെയൊക്കെ വർക്കിംഗ് ആണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുക. അപ്പോൾ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ് എന്തിനാ? ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദി പാത്ത് ഓഫ് ദ ഫ്ലൂയിഡ് ത്രൂ വിച്ച് ഇറ്റ് ഷുഡ് ട്രാവൽ വിത്തിൻ എ ഗിവൺ സർക്യൂട്ട്. ഓക്കെ, ദെൻ പ്രഷർ കൺട്രോൾ വാൽവ്. നമ്മളിപ്പം പ്രഷർ കുക്കറിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ പ്രഷർ കൺട്രോൾ വാൽവ്സ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദി ഹൈഡ്രോളിക് സിസ്റ്റം അഗെയിൻസ്റ്റ് ഓവർ പ്രഷർ. അതായത് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പ്രഷർ വാൽവ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന പ്രഷറൈസ്ഡ് ഫ്ലൂയിഡിന്റെ ഓവർ പ്രഷർ കാരണം നമ്മുടെ സർക്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റം തന്നെ ബ്രേക്ക് ആവാനുള്ള അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ ഒക്കെ ഉള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. സോ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രഷർ കൺട്രോൾ വാൽവ്സ് ഉപയോഗിക്കുന്നത്. Then this overpressure may occur due to gradual build-up as fluid demands decrease or due to sudden surge as valve close. അത് ഈ പ്രഷർ എങ്ങനെയാന്ന് പെട്ടെന്ന് കൂടാനുള്ള സാധ്യത. അത് പെട്ടെന്ന് നമ്മുടെ പൈപ്പ് ലൈനിൽ ഇത്രയും നേരം സ്മൂത്ത് ഫ്ലോ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഫോറിൻ മെറ്റീരിയൽ വന്നിട്ട് നമ്മളെ പൈപ്പിനെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഫ്ലൂയിഡിന്റെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. കാരണം ഫ്ലോ ഉള്ള ഒരു സാധനത്തെ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിന്റെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അൺവാണ്ടഡ് എലമെന്റ് കൊണ്ടോ അല്ലെങ്കിൽ വാൽവ് ക്ലോസ് ആയി കിടക്കുന്നതിനെ കൊണ്ടൊക്കെ ഹൈ പ്രഷർ വരാൻ സാധ്യതയുണ്ട്. സോ ഈ ഓവർ പ്രഷറിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുക, അല്ലെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രഷർ കൺട്രോൾ വാൽവിന്റെ ആവശ്യം. ദ ബിൽഡപ്പ് ഓഫ് പ്രഷർ ഈസ് കൺട്രോൾഡ് ബൈ പ്രഷർ റിലീഫ്. അപ്പം പ്രഷർ കൺട്രോൾ വാൽവായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വാൽവുകളുടെ പേരാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെയും വർക്കിംഗ് നമ്മൾ പഠിക്കും. പ്രഷർ റിലീഫ് വാൽവ്, പ്രഷർ റെഡ്യൂസിംഗ് വാൽവ്, ദെൻ സീക്വൻസിംഗ് വാൽവ്, അൺലോഡിംഗ് ആൻഡ് കൗണ്ടർ ബാലൻസ് വാൽവ്. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് പ്രഷർ റിലീഫ് വാൽവ് എന്തായാലും പഠിക്കണം. അത് എല്ലാ സിസ്റ്റത്തിലും പ്രഷർ റിലീഫ് വാൽവ് ഉണ്ട്. ഈവൻ നമ്മൾ പറഞ്ഞ കുക്കറിലും ഉണ്ട് പ്രഷർ റിലീഫ് വാൽവ്. നമ്മൾ പറഞ്ഞ ടയറിൽ കാറ്റടിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ ടയർ വർക്ക്സ് നടക്കുന്ന കടയിലുള്ള കംപ്രസർ യൂണിറ്റിലും ഉണ്ട് ഒരു പ്രഷർ റിലീഫ് വാൽവ്. നമ്മുടെ ലാബിനകത്തുള്ള കംപ്രസറിനകത്തും പ്രഷർ റിലീഫ് വാൽവ് ഉണ്ട്. ഇപ്പൊ പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിന്റെയും ഒഴിച്ചുകൂടാനാവാത്ത നെസസറി വാൽവാണ് പ്രഷർ റിലീഫ് വാൽവ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മുടെ സിസ്റ്റത്തിനകത്തൊരു പ്രഷർ ബിൽഡപ്പ് ഉണ്ടായാൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാൽവ്. അപ്പൊ നമുക്ക് അതിന്റെയൊക്കെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് വാൽവുകളുടെ പേര് ഇപ്പൊ പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ പ്രോസസ് ഓർ ഫ്ലോ കൺട്രോൾ, മൂന്നാമത്തെ ടൈപ്പ് വാൽവ്. Fluid flow must be controlled in hydraulic circuit. The control of actuator speed depends on the flow rates. So, to control the actuator speed or to control the process parameters, the flow rate should be controlled by using flow control valve. അത് ഹൈഡ്രോളിക് സിസ്റ്റത്തിന് നോർമലി യൂസ് ചെയ്യുന്ന ഒരു വാൽവ് ആണ് ഫ്ലോ കൺട്രോൾ അല്ലെങ്കിൽ പ്രോസസ് കൺട്രോൾ വാൽവ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വീട്ടിലൊക്കെ നമ്മളിപ്പോ കുളിക്കാനൊക്കെ പോകുമ്പോൾ ഷവർ നമ്മൾ മാക്സിമത്തിൽ തിരിച്ചു വെക്കും അല്ലെ. അത് മാക്സിമം ഡിസ്ചാർജ് വരുന്ന രീതിയിൽ തിരിച്ചു വെക്കും. അപ്പൊ നമ്മൾ അവിടെ തിരിക്കുക എന്ന് പറയുന്ന ഒരു എലമെന്റ് തിരിക്കുന്നുണ്ട്. ആ തിരിക്കുന്ന എലമെന്റിന്റെ പേരാണ് ഫ്ലോ കൺട്രോൾ വാൽവ് അല്ലെങ്കിൽ പ്രോസസ് കൺട്രോൾ വാൽവ്. അതായത് ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുക, ഫ്ലോയെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പൊ നമ്മൾ ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് സിസ്റ്റത്തിനകത്ത് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എടാ, നമ്മൾ ഈ പ്രഷറൈസ്ഡ് ലിക്വിഡ് കൊടുക്കുന്നത് മോട്ടോറിലേക്കാണ്. അപ്പോൾ നല്ല സ്പീഡിൽ മോട്ടോറിലേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ മോട്ടോർ കറങ്ങും. അതായത് ഹൈ സ്പീഡ് ആക്ച്വേഷൻ ഉണ്ടാവും. ഇനി നമ്മൾ വളരെ ചെറിയ ഫ്ലോ റേറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അതായത് ആക്ച്വേറ്റ് വളരെ പതുക്കെ ഉണ്ടാവുള്ളൂ. സോ ആക്ച്വേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരാവശ്യത്തിനാണ് ഫ്ലോ കൺട്രോൾ വാൽവുകൾ യൂസ് ചെയ്യുന്നത്. സോ ഈ 3 ടൈപ്പ് വാൽവുകളാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് അല്ലെങ്കിൽ ഡയറക്ഷൻ കൺട്രോൾ വാൽവ്. സിംപ്ലി ഇതിനെ DCV എന്നാണ് പറയുക. DCV എക്സാമിന് DCV എന്നേ ചോദിക്കുള്ളൂ, ഫുൾ പേരൊന്നും വെച്ച് ചോദിക്കൂല. ഇപ്പൊ DCV, ആസ് ദ നെയിം ഇംപ്ലൈസ്, ദ ഡയറക്ഷൻ കൺട്രോൾ വാൽവ്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദി ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ ടു ദ ആക്ച്വേറ്റർ ഫ്രം ദ പമ്പ്. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ പറയുന്നത് ഹൈഡ്രോളിക് ഓർ ന്യൂമാറ്റിക് ആക്ച്വേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഒരു ആക്ച്വേഷൻ സിസ്റ്റത്തിന് ഒരു ആക്ച്വേറ്റർ വേണം, ഒരു സിലിണ്ടറോ പിസ്റ്റണോ പോലെയുള്ള ഒരു ആക്ച്വേറ്റർ വേണം. ഈ ആക്ച്വേറ്ററിലേക്ക് കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ കംപ്രസ്ഡ് ലിക്വിഡ് കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ എയർ ആണെങ്കിൽ നമ്മൾ കംപ്രസർ യൂണിറ്റ് ആണ് യൂസ് ചെയ്യുക, ലിക്വിഡ് ആണെങ്കിൽ പമ്പ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഈ പമ്പിൽ നിന്നും ഹൈ പ്രഷർ ഫ്ലൂയിഡിനെ നമ്മുടെ ആക്ച്വേറ്ററിലേക്ക് എത്തിക്കണം. അപ്പൊ ഈ എത്തിക്കേണ്ടത് നമുക്കറിയാം, സിംഗിൾ ആക്ടിങ് ആണെങ്കിൽ ഞാനിപ്പോ പമ്പ് അല്ലെങ്കിൽ കംപ്രസർ ഇവിടെ നിന്നും ഹൈ പ്രഷർ എയറിനെ
ഞാനിപ്പോ ഇതാ ഇവിടെ എത്തിച്ചു അല്ലെ, ഇവിടെ എത്തിച്ചു. പിസ്റ്റൺ ഇവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യും? ലെഫ്റ്റ് ടു റൈറ്റാ അല്ലെ റൈറ്റ് ടു ലെഫ്റ്റാ? എടാ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്ക് പോകും. ഹലോ ഹലോ, എടാ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇതിവിടെ ഒരു പമ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കംപ്രസർ ഉണ്ട്. ഓക്കെ, നമുക്ക് കംപ്രസർ എടുക്കാം. കംപ്രസർ ഹൈ പ്രഷർ എയർ ആണല്ലോ ഔട്ട്പുട്ട് ആയിട്ട് തരിക. അപ്പൊ ഒരു ഹൈ പ്രഷർ എയറിനെ ഞാൻ ഇവിടെ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് വരച്ചിട്ടുണ്ട്. ഈ സിലിണ്ടറിന്റെ ഈ എൻഡിലേക്ക് ഇവിടുത്തെ പോർട്ടിലേക്ക് കൊടുത്തു. ഈ പിസ്റ്റൺ എങ്ങോട്ടാ മൂവ് ചെയ്യുക? ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? അതായത് ഇങ്ങോട്ടേക്കല്ലേ? ഹലോ അല്ലേ? ഓക്കെ ഓക്കെ. ഇനി ഇതൊരു ഡബിൾ ആക്ടിങ് സിലിണ്ടർ ആണെന്ന് വെച്ചോ. അപ്പൊ പിസ്റ്റൺ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്, മൂവ് ചെയ്തിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്തിട്ട് പിസ്റ്റൺ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡബിൾ ആക്ടിങ് സിലിണ്ടർ ആണെങ്കിൽ അടുത്ത മൊമെന്റിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ പിസ്റ്റണെ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഹൈ പ്രഷർ എയറിന് ഇവിടെ കൊടുക്കണ്ടേ? ഈ ഭാഗത്ത് കൊടുക്കണ്ടേ? വേണ്ടടാ, വേണം. അപ്പോ നമുക്ക് ആകെ കൂടെ ഒരു കംപ്രസർ യൂണിറ്റേ ഉള്ളൂ. പക്ഷെ ഒരു മൊമെന്റില് പിസ്റ്റന്റെ ഈ സൈഡിലും അല്ലെങ്കിൽ നമ്മുടെ പിസ്റ്റൺ സിലിണ്ടറിന്റെ ഈ അറേഞ്ച്മെന്റ് ഈ ഭാഗത്തും, അടുത്ത മൊമെന്റില് എനിക്ക് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരൊറ്റ സിംഗിൾ ലൈനേ എനിക്കുള്ളൂ. അപ്പൊ ഈ സിംഗിൾ ലൈനിൽ നിന്ന് വരുന്ന കംപ്രസ്ഡ് എയറിനെ ഫസ്റ്റ് മൊമെന്റില് ഇവിടത്തേക്കും സെക്കൻഡ് മൊമെന്റിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും അയക്കണം. അതായത് ഡയറക്ഷനെ കൺട്രോൾ ചെയ്യണം. സോ ഇവിടെ ഞാൻ ഒരാളെ വെക്കണം. ഒന്നാമത്തെ മൊമെന്റിൽ ഇങ്ങോട്ടേക്ക് അയക്കാനും രണ്ടാമത്തെ മൊമെന്റിൽ തിരിച്ച് ബാക്ക് സൈഡിലേക്ക് അയക്കാനും ഇവിടെ ഒരാളെ ഞാൻ ഏർപ്പാടാക്കണം. ആ ഏർപ്പാടാക്കുന്ന ആളുടെ പേരാണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്. ആക്ച്വേറ്റർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിക് ഓർ ന്യൂമാറ്റിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും എസെൻഷ്യൽ പാർട്ട് ആക്ച്വേറ്റർ ആണ്. ബട്ട് ആക്ച്വേറ്ററിനകത്ത് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഹൈ പ്രഷർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഹൈ പ്രഷർ എയർ, അതിനെ നമ്മൾ ആവശ്യമുള്ള ഡയറക്ഷനിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ്. സോ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ് ആർ യൂസ്ഡ് ടു അലോ ഓർ പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ടു ദ ആക്ച്വേറ്റർ ഫ്രം ദി പമ്പ്. അതായത് ഒരു മൊമെന്റിൽ ഈ ഒരു ഡയറക്ഷൻ, അതായത് ഇവിടുന്ന് വന്ന് ഇങ്ങോട്ടേക്ക് പോകാനും അടുത്ത മൊമെന്റിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു പെർമിഷൻ കൊടുക്കുന്ന എലമെന്റിനെയാണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത്. Then most of the directional control valves have 4 ports. നമുക്ക് ഇനി എങ്ങനെയാണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ഉണ്ടാവുക നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ആക്ച്വേറ്റിംഗ് സിസ്റ്റം ഇവിടെ ഉണ്ടോ? ഇതൊരു ആക്ച്വേറ്റിംഗ് സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ ഒരു ഒന്നാമത്തെ ഫിഗർ നോക്കി, ഇതൊരു ആക്ച്വേറ്റിംഗ് സിസ്റ്റം ആണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഇവിടെ ആക്ച്വേറ്റർ ഉണ്ടോ? ആക്ച്വേറ്റർ ഉണ്ടോ? ഇല്ലേ? ഇവിടെ ലീനിയർ ആക്ച്വേറ്റർ ഉണ്ട്. ഈ ആക്ച്വേറ്ററിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഇതൊരു ഹൈഡ്രോളിക് സിസ്റ്റം ആണ്. അപ്പോ പമ്പ് വേണം, വേണ്ടേ? എടാ ലിക്വിഡിനെ പ്രഷർ ചെയ്ത് കൊടുക്കണ്ടേ? അപ്പൊ ഇതാ പമ്പിന്റെ സിമ്പിൾ നോക്കിയാ നിങ്ങള്. പമ്പിന്റെ സിമ്പിൾ നേരത്തെ നമ്മൾ മോട്ടോറിന്റെ സിമ്പിളിൽ നിന്നും എന്ത് മാറ്റാ നിങ്ങൾക്ക് കാണുന്നത്? ഈ എയറോ എന്ന് പറയുന്നത് സെൻട്രൽ നിന്നും പുറത്തേക്കാണല്ലേ? എവേ ഫ്രം സെന്റർ അല്ലേ? ആ എയറോ ഹെഡ് തന്നെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു പമ്പ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ഡാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം അതൊരു കംപ്രസർ ആണെന്നാ. അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ വർക്കിംഗ് നോക്കാം. അപ്പൊ ഇവിടെ ഒരു ടാങ്കിൽ വെള്ളം ഉണ്ട്. വെള്ളം ഇനീഷ്യലി നോർമൽ കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ പമ്പ് റൺ ചെയ്യുന്നു, പമ്പ് ഓൺ ആക്കി. പമ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് വെള്ളം പമ്പിന്റെ ഇൻപുട്ട് വഴി കയറും അല്ലെ? അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും പമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളത്തെ നല്ല പ്രഷറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഹൈ പ്രഷർ ലിക്വിഡായി മാറി. അപ്പോ ഇവിടെ ഒരു ബോക്സ് കാണാം നിങ്ങൾക്ക്. ഈ ബോക്സ് ആണ് ഇവിടുത്തെ ഡയറക്ഷൻ കൺട്രോൾ വാൽവ്. ഈ ബോക്സിന് എത്ര പോർട്ട് ഉണ്ട് എന്നെല്ലാം നമുക്ക് നോക്കാം. അപ്പോ ബോക്സിന്റെ പി എന്ന് പറയുന്ന പ്രഷർ പോർട്ട്, അതായത് ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഈ പി പോർട്ടിലേക്ക് കയറി. അപ്പോ ഞാൻ ഇവിടുന്ന് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ഞാൻ ഇവിടുന്ന് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, മാനുവലി എങ്ങാനും വർക്ക് ചെയ്യിപ്പിക്കുന്ന വെച്ചോ. അപ്പൊ ഫസ്റ്റ് മൊമെന്റിൽ ഇവിടുന്ന് ഹൈ പ്രഷർ ഫ്ലൂയിഡ് കയറി
പിയിൽ നിന്നും നേരെ എയിലേക്ക് പോയി എന്ന് വെച്ചോ. അപ്പൊ ഈ ഹൈ പ്രഷർ ഫ്ലൂയിഡ് എയിലൂടെ പോയിട്ട് പിസ്റ്റന്റെ മേൽഭാഗത്തേക്ക് വരും അല്ലെ. ഹൈ പ്രഷർ ഇവിടെ ആക്ട് ചെയ്യില്ലേ? ഇല്ലേടാ, അല്ലേ? അപ്പൊ ആ സമയത്ത് പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യും? മേലേന്ന് താഴോട്ടേക്ക് മൂവ് ചെയ്യില്ലേ? അപ്പൊ ഇനീഷ്യലി ഇതിനകത്ത് കുറച്ച് ഫ്ലൂയിഡ് ഉണ്ടാവും. ഇതിങ്ങനെ കണ്ടിന്യൂസ് വർക്കിംഗ് ആയതുകൊണ്ട് ഇതിലത്ത് കുറച്ച് ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പൊ ഈ പിസ്റ്റൺ ഇങ്ങനെ താഴോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഫ്ലൂയിഡൊക്കെ ഈ പോർട്ടിലൂടെ കയറുകയും ബി എന്ന് പറയുന്ന പോർട്ടിലൂടെ വന്ന് ഇവിടെ ഒരു ടി എന്ന് പറയുന്ന ടാങ്ക് പോർട്ട് ഉണ്ട്, ഇതിലേ വരികയും ടാങ്കിലേക്ക് പോവുകയും ചെയ്യുവേ. ഓക്കെ, ഒരു ഡയറക്ഷനായി അല്ലെ. ഡയറക്ഷൻ ഇപ്പൊ എങ്ങനെയാ? പമ്പ് ടു എ, അതായത് പി ടു എ. അതേപോലെ ആക്ച്വേറ്ററിന്റെ ബോട്ടം സൈഡിൽ നിന്നും ബി ടു ടി, ഇതൊരു ഡയറക്ഷൻ, അതായത് പി ടു എ ബി ടു ടി. ഇനി അടുത്ത മൊമെന്റിൽ ഞാൻ എന്ത് ചെയ്യാറിയോ, ഇതേ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിനെ ഞാൻ മാനുവലി അടുത്ത പൊസിഷനിലേക്ക് ഇട്ട്, അടുത്ത പൊസിഷനിലേക്ക് ഇട്ടപ്പോ നേരത്തെ പി ടു എ പോയത് ഇപ്പോ ഹൈ പ്രഷർ ഫ്ലോ, അതായത് നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം വന്ന് പമ്പിലൂടെ കയറി ഹൈ പ്രഷറായി പിയിൽ നിന്നും നേരെ എങ്ങോട്ട് പോവും? ബിയിലേക്ക് പോവും. ബി പോർട്ടിലൂടെ പോയി പിസ്റ്റന്റെ അടിഭാഗത്തെത്തും. അതായത് ഹൈ പ്രഷർ ഫ്ലൂയിഡ് പ്രഷർ ഇങ്ങനെ ആക്ട് ചെയ്യും, അതായത് പിസ്റ്റന്റെ അടിഭാഗത്ത്. അപ്പൊ പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യണം? താഴേന്ന് മേലോട്ടേക്ക് മൂവ് ചെയ്യില്ലേ? അല്ലേ? അപ്പൊ ഇതിനകത്ത് നേരത്തെ ട്രാപ്പ് ചെയ്യപ്പെട്ട വെള്ളം ഇവിടെ ഉണ്ടാവും. ആ വെള്ളം എന്ത് ചെയ്യും? ഈ പോർട്ടിലൂടെ വന്ന് എയിൽ നിന്നും ടാങ്ക് പോർട്ടിലേക്ക് പോയി വീണ്ടും നമ്മുടെ ടാങ്കിലേക്ക് തന്നെ പോവും. അപ്പൊ ഇപ്പോഴത്തെ ഡയറക്ഷൻ എങ്ങനെയാ? പി ടു ബി എ ടു ടി. നേരത്തെ എങ്ങനെയായിരുന്നു? പി ടു എ ബി ടു ടി. അപ്പൊ ഇവിടെ രണ്ട് സമയത്ത് ഞാൻ ഇവിടെ മാനുവലി എന്തോ ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയപ്പോ ഫ്ലൂയിഡിന്റെ പാസേജ് അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ഫ്ലോ ഡയറക്ഷൻ മാറി അല്ലെ. പി ടു എയും പി ടു ബിയും ആയി. അപ്പൊ ഞാൻ അത് മാറ്റിയത് കൊണ്ടാണ് ഇവിടെ ആക്ച്വേറ്റർ വർക്ക് ചെയ്തത്. ഇവിടെ ലീനിയർ മോഷൻ കിട്ടുക എന്നുള്ളതാണല്ലോ ഈ ആക്ച്വേറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ മേലോട്ടേക്കും താഴോട്ടേക്കും ഈ ആക്ച്വേറ്റർ മൂവ് ചെയ്തത് ഞാൻ ഇവിടുത്തെ ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴാണ്. അതായത് ഹൈ പ്രഷർ ഫ്ലൂയിഡിന്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. ആ സെറ്റപ്പാണ് ഇവിടുത്തെ ആക്ച്വേറ്റർ യൂണിറ്റിന്റെ ആക്ച്വേഷൻ നടത്തിയത്. ഇത് ഹൈഡ്രോളിക് സിസ്റ്റം, കാരണം ഇവിടെ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് പമ്പാണ്. ഈ എയറോ നോക്കിയിട്ടാണ് പമ്പാണോ മോട്ടർ കംപ്രസർ ആണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. ദെൻ ബി നോക്കിയാൽ നിങ്ങൾ, ബി ഇതെന്ത് സിസ്റ്റം ആണ്? ന്യൂമാറ്റിക് സിസ്റ്റം ആണ്. കാരണം എന്താ? ഇവിടെ പമ്പിന് പകരം യൂസ് ചെയ്തേക്കുന്നത് ഈ എയറോ ഹെഡ് ഫില്ല് ചെയ്യാത്ത അല്ലെങ്കിൽ ഡാർക്ക് ചെയ്യാത്ത എയറോ ഹെഡാണ്. അപ്പൊ അതിനർത്ഥം കംപ്രസർ ആണെന്ന് അല്ലെ. ഇപ്പൊ കംപ്രസർ നമ്മളെ അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്ന് തന്നെ എടുക്കും. നേരത്തെ ഇവിടെ നമ്മൾ വെസൽ അല്ലെങ്കിൽ ടാങ്ക് കാണിച്ചത് ലിക്വിഡ് ആയതുകൊണ്ടാണ്. അപ്പൊ എയർ നമുക്ക് അറ്റ്മോസ്ഫിയറിൽ അവൈലബിൾ ആയതുകൊണ്ട് സെപ്പറേറ്റ് ടാങ്ക് ഒന്നും കാണിക്കൂല. ഇവിടുന്ന് കംപ്രസർ എയറിനെ സക്ക് ചെയ്യുകയും എയറിനെ നല്ലപോലെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ ആക്കിയിട്ട് നമ്മൾ ടയർ കടയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സിലിണ്ടർ യൂണിറ്റിലേക്ക് അയക്കും. അതാണ് ഈ റിസീവർ യൂണിറ്റ്. അപ്പൊ ഇതിനകത്ത് സ്റ്റോർ ചെയ്യും, കംപ്രസ്ഡ് എയറിനെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ റിസീവറിൽ നിന്നും നേരത്തെ പോലെ തന്നെ നമ്മുടെ വാൽവിലേക്ക് വരും. വാൽവ് ഫസ്റ്റ് മൊമെന്റിൽ പി ടു എ എന്ന് പറയുന്ന പോർട്ട് കണക്ട് ആക്കും. കംപ്രസ്ഡ് എയർ പിസ്റ്റന്റെ മേലെ ഭാഗത്ത് വന്ന് അടിക്കുമ്പോൾ പിസ്റ്റൺ മേലേന്ന് താഴോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന എയറൊക്കെ ഇതിലേ വന്ന് പോർട്ട് ബിയിൽ നിന്നും ആർ, നേരത്തെ പോർട്ട് ബിയിൽ നിന്നും ടി, ടാങ്ക് പോർട്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടി എന്ന് കൊടുത്തത്. ഇവിടെ ബി ടു ആർ, ദാറ്റ് ഈസ് റിസർവോയർ ടാങ്ക് അല്ലെങ്കിൽ റിസീവർ ടാങ്ക് എന്നൊക്കെ പറയാം. അത് എയർ വെന്റ് ആണ് അല്ലെങ്കിൽ എയർ പോർട്ടാണത്. അപ്പോ ബി ടു ആർ വന്ന് പിസ്റ്റന്റെ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള എയറൊക്കെ പുറത്തേക്ക് പോകും. ഇനി അടുത്ത മൊമെന്റിൽ എന്താ സംഭവിക്കുക? ഇതേപോലെ തന്നെ കംപ്രസർ യൂണിറ്റ് എയറിനെ സക്ക് ചെയ്യുകയും കംപ്രസ്ഡ് സ്റ്റേറ്റിലാക്കി റിസീവറിലേക്ക് കളക്ട് ചെയ്യും. ഓൾറെഡി റിസീവറിൽ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ റിസീവറിൽ നിന്നും ഡയറക്ഷണൽ കൺട്രോൾ വാൽവിന്റെ പി പോർട്ടിലെ പ്രഷർ പോർട്ടിലേക്ക് എത്തും. അവിടുന്ന് പുതിയ ഡയറക്ഷൻ ബിയിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു പോർട്ടിലൂടെ വന്ന് ഹൈ പ്രഷർ എയർ അല്ലെങ്കിൽ കംപ്രസ്ഡ് എയർ പിസ്റ്റന്റെ അടിഭാഗത്ത് വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ പിസ്റ്റൺ താഴേന്ന് മേലോട്ടേക്ക് മൂവ് ചെയ്യും.
അപ്പൊ ഇതിനകത്ത് ഓൾറെഡി ഉള്ള എയറൊക്കെ പോർട്ട് എയിലൂടെ കയറി ആർ എന്ന് പറയുന്ന പോർട്ടിലൂടെ പോകും. സോ ഡയറക്ഷൻ മാറിയതിനനുസരിച്ചിട്ട് ആക്ച്വേറ്ററിന് അപ്വേർഡ് മോഷനും കിട്ടി, ഡൗൺവേർഡ് മോഷനും കിട്ടി അല്ലെ, ലീനിയർ മോഷൻ കിട്ടിയല്ലോ. സോ അപ്പൊ ഈ ഒരു ആക്ച്വേറ്ററിന്റെ വർക്കിംഗ് നടന്നത് അവിടെ ഇൻ ബിറ്റ്വീനിൽ, അതായത് ആക്ച്വേറ്ററിന്റെയും പമ്പിന്റെയും അല്ലെങ്കിൽ ആക്ച്വേറ്ററിന്റെയും കംപ്രസറിന്റെയും ഇൻ ബിറ്റ്വീനിൽ ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ഉള്ളത് കൊണ്ടാണ്. സോ അത്തരം വാൽവുകൾ ഡയറക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാൽവുകൾ നമ്മൾ പറയുന്ന പേരാണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് അല്ലെങ്കിൽ DCVs എന്ന് പറയും. ദെൻ നമ്മളിപ്പോ പറഞ്ഞ വർക്കിംഗ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ, ദ ലോഡ് ഈസ് കണക്ടഡ് ടു ദി പോർട്ട് A and B and the pressure supply from the pump to the port P. The fluid is returned to the tank from the port T എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞു. ഇനി ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിനെ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുക, സിംബോളിക് റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? നമുക്ക് ഈ മൊഡ്യൂളിന്റെ ലാസ്റ്റിൽ പഠിക്കാനുള്ള സർക്യൂട്ട് ഡിസൈനിനകത്ത് ഡയറക്ഷണൽ കൺട്രോൾ വാൽവുകൾ എന്തായാലും വരും. അപ്പോൾ സർക്യൂട്ടിൽ വരുന്ന ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്, ഈ പറയുന്ന വാൽവിനെ എങ്ങനെയാണ് സിംബോളിക് റെപ്രസെന്റേഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതുപോലെ റെക്ടാങ്കുലർ ബ്ലോക്കുകളായിട്ടാണ് വാൽവുകളെ നമ്മൾ കാണിക്കുക. ഇപ്പം ഇവിടെ ഇപ്പൊ രണ്ട് റെക്ടാങ്കിൾസ് അല്ലെ, സ്ക്വയർ ബോക്സ് ആണ് പൊതുവെ യൂസ് ചെയ്യുക. റെക്ടാങ്കുലർ ബോക്സ് എന്ന് നമ്മൾ പറയുള്ളൂ, സ്ക്വയർ ബോക്സ് ആയിട്ടാണ് സിസ്റ്റമാറ്റിക് ഒരു റെപ്രസെന്റേഷനിൽ സ്ക്വയർ ബോക്സുകൾ ഉണ്ടാവുക. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്ക്വയർ തന്നെ കൈകൊണ്ട് വരയ്ക്കുമ്പോൾ ഒരു ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാൻഡ് ഡ്രോയിങ്ങിൽ കറക്റ്റ് സ്ക്വയർ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രണ്ട് റെക്ടാങ്കുലർ ബോക്സ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് 2 പൊസിഷൻ വാൽവ്. അതായത് നമ്മളിപ്പോ ഇവിടെ ഈ ഒരു ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് 2 പൊസിഷനാണ് ഉണ്ടായിരുന്നത്. അതായത് പോർട്ട് P to A, അതേ സമയത്ത് B to T, ഇതൊരു പൊസിഷൻ. അപ്പൊ അടുത്ത മൊമെന്റിൽ ഞാൻ മാനുവലി സെക്കൻഡ് പൊസിഷനിലേക്ക് ഈ വാൽവിനെ ഇടുകയാണെ. സെക്കൻഡ് പൊസിഷനിലേക്ക് ഈ വാൽവിനെ ഇട്ടപ്പോ ഇതിന്റെ പുതിയ പൊസിഷൻ എങ്ങനെയായിരുന്നു? P to B, then A to T. അപ്പൊ ഞാൻ ഇവിടെ മാനുവലി ഒരു പൊസിഷനിൽ ഇട്ടപ്പം P to A പോയി, രണ്ടാമത്തെ പൊസിഷനിൽ ഇട്ടപ്പം P to B പോയി. അപ്പൊ ഇവിടെ ഇപ്പൊ ആകെ കൂടെ എനിക്ക് 2 പൊസിഷണൽ അറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന 2 പൊസിഷണൽ ചേഞ്ച്, അതായത് ഈ വാൽവിനെ 2 പൊസിഷനിലേ ഇടാൻ പറ്റും. നമ്മൾ ഗിയർ ഇടുന്നില്ലേ, ഗിയർ ഫസ്റ്റിൽ ഇട്ടു സെക്കൻഡിൽ ഇട്ടു എന്നൊക്കെ പറയുന്നില്ലേ. നമ്മുടെ വണ്ടിക്ക് എത്ര ഗിയർ പൊസിഷൻ ഉണ്ട്? കാറിനൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൽ എത്ര വരുന്നുണ്ട്? റിവേഴ്സ് അടക്കം 7, 8 ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഓരോ ഗിയർ ഇടുന്നത് ഓരോ പൊസിഷനിൽ ഇട്ടു എന്നല്ലേ നമ്മൾ പറയാം, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ. അതേപോലെ വാൽവിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനുകളുടെ ബേസിലാണ് ഈ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഉള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിലൊക്കെ 2 പൊസിഷൻ ആണുള്ളത്. അപ്പോൾ 2 സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ, 2 റെക്ടാങ്കുലർ ബ്ലോക്കുകൾ ഇതേപോലെ സീരീസ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ദിസ് ഈസ് എ 2 പൊസിഷൻ വാൽവ്. 2 പൊസിഷൻ വാൽവ്. ദെൻ 3 പൊസിഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇതേ വാൽവ് തന്നെ ഞാൻ പുതിയൊരു വർക്കിംഗ് പറയാണ്. ഒന്നാമത്തെ പൊസിഷനിൽ ഇട്ടപ്പോ, ഒരു മിനിറ്റ്, എന്റെ റിക്വയർമെന്റ് ഇതാണ്. ഈ പിസ്റ്റണിന് ഒരു മൊമെന്റിൽ എനിക്ക് മേലോട്ടേക്ക് കറങ്ങണം, അല്ല മേലോട്ടേക്ക് നീങ്ങണം, കറങ്ങണം എന്നല്ല, മേലോട്ടേക്ക് മൂവ് ചെയ്യണം. അടുത്ത മൊമെന്റിൽ അത് അങ്ങനെ തന്നെ റെസ്റ്റായി നിൽക്കണം, കുറേ നേരം മേലെ തന്നെ നിൽക്കണം. അടുത്ത മൊമെന്റിൽ ഈ പിസ്റ്റൺ താഴോട്ടേക്ക് വരണം. അപ്പോ മേലോട്ടേക്ക് വരണമെങ്കിൽ ഒന്നാമത്തെ പൊസിഷൻ ഞാൻ P to B ഇടേണ്ടി വരും അല്ലെ, P to B ഇടേണ്ടി വരും. ആ സമയത്ത് A to T ആയിരിക്കും. കറക്റ്റ് അല്ലേ? അല്ലേ? എടാ, പിസ്റ്റൺ മേലോട്ട് പോകാൻ P to B ഇടണം, ഒരു പൊസിഷനായേ. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് പ്രഷർ ബിൽഡപ്പ് ഒന്നും ഇല്ലാതെ ഈ പിസ്റ്റൺ, പൊങ്ങി വന്ന പിസ്റ്റൺ കുറച്ചൊരു 5 മിനിറ്റ് നേരം അവിടെ തന്നെ ഇത്ര ഒരു ഹൈറ്റിൽ ഇയാൾ പൊങ്ങി കിടക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ടാമതൊരു പൊസിഷൻ ഇടുന്നത് എങ്ങനെയാ അറിയോ? രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് വന്ന് ഹൈ പ്രഷർ ഫ്ലൂയിഡ് വന്നു, നേരെ ടാങ്കിലേക്ക് തന്നെ പോന്നു. ഓക്കെ, ഇത് രണ്ടും ക്ലോസ്ഡ് ആണ്, ഇവിടെ രണ്ടും ക്ലോസ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ട്രാപ്പ് ചെയ്ത് പിസ്റ്റൺ മേലയിലേക്ക് എത്തിയ പിസ്റ്റൺ അവിടെ തന്നെ നിൽക്കും ഇല്ലേ? അവിടെ തന്നെ നിൽക്കും. അപ്പൊ ഇത് സെക്കൻഡ് പൊസിഷൻ. ഇനി മൂന്നാമത്തെ എന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ മേലോട്ട് പൊങ്ങണം എന്ന് പറഞ്ഞു, മേലോട്ട് പൊക്കി ഒരു പൊസിഷനിൽ ഇട്ടു.
രണ്ടാമത്തെ പൊസിഷനിൽ ഇയാൾ അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പുതിയ ഒരു പൊസിഷനിലിട്ടു P2T, ഡയറക്റ്റ് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് നേരെ ടാങ്കിലേക്ക് തന്നെ വന്ന് വീഴുന്നു. ആ സമയത്ത് എയും ബിയും ക്ലോസ്ഡ് ആണ്, അതായത് ഇതിനകത്തുള്ള ഫ്ലൂയിഡ് അങ്ങനെ തന്നെ ട്രാപ്പ് ചെയ്ത് കിടക്കും. ഇനി മൂന്നാമത്തെ എന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് പിസ്റ്റൺ, ഇപ്പൊ മേലെയുള്ള പിസ്റ്റൺ റോഡിനെ ഏറ്റവും താഴേക്ക് എത്തിക്കണം. സോ മൂന്നാമത്തെ പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്യും? P2A കണക്ട് ചെയ്യും. P2A കണക്ട് ചെയ്യും. ആ സമയത്ത് B2T വരും. ഇപ്പൊ ഇവിടെ 3 പൊസിഷൻ ഉണ്ട്. അപ്പോ അങ്ങനെ 3 പൊസിഷൻ ഉള്ള വാൽവുകളാണെങ്കിൽ നമ്മൾ 3 സ്ക്വയർ ബ്ലോക്ക് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബ്ലോക്കിനെ സീരീസ് ആയിട്ട് വരയ്ക്കും. അപ്പൊ ഇതാണ് പൊസിഷൻ ബേസ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ. ഇനി കഴിഞ്ഞിട്ടില്ലേ, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു വാൽവിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മളിപ്പം ഇങ്ങനെ സ്ക്വയർ ബ്ലോക്ക് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബ്ലോക്ക് മാത്രം വരച്ചാൽ അതിന്റെ ഉത്തരം എത്ര പൊസിഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിപ്പോ പറഞ്ഞ വാൽവിലേക്ക് തന്നെ നമുക്ക് വരാം. ഈ വാൽവിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം എങ്ങനെയാ വരിക എന്നുള്ളത്. ഈ വാൽവിൽ എത്ര പോർട്ടുകളുണ്ട്? ഇവിടെ കാണിച്ച ഡയറക്ഷണൽ കൺട്രോൾ വാൽവിന് എത്ര പോർട്ടുകളുണ്ട്? ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിന് എത്ര പോർട്ട് ഉണ്ടോ? എത്ര പോർട്ട് ഉണ്ട്? 4 പോർട്ട്. P, രണ്ടാമത്തത് A, മൂന്നാമത് ഒരു B ഉണ്ട്, നാലാമത് ഒരു T ഉണ്ട്. 4 പോർട്ടുകൾ ഉണ്ട് അല്ലെ? അങ്ങനെ 4 പോർട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ 4 വരകൾ കാണിക്കും. ഏതെങ്കിലും ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ മേലെ 4 വരകൾ കാണിക്കും. നിങ്ങൾ അവിടെ കണ്ട PTAB ആ നെയിമും അതേപോലെ അവിടെ കൊടുക്കും. പിയും ടിയും, അതായത് പമ്പിൽ നിന്നും വരുന്നതും അതേപോലെ ടാങ്കിലേക്ക് വരുന്നതിന്റെയും പോർട്ട് ഒരു സൈഡിൽ കാണിക്കും. ആക്ച്വേറ്ററിലേക്ക് പോകുന്ന 2 പോർട്ടുകൾ ഉണ്ട്. ആക്ച്വേറ്ററിലേക്ക് പോകുന്ന പോർട്ട് ഏതൊക്കെയാ? എയും ബിയും. അതിനെ ഓപ്പോസിറ്റ് സൈഡിലും കാണിക്കും. അപ്പൊ ഇങ്ങനെ 2 സ്ക്വയർ ബ്ലോക്കുകളും ഒരു സ്ക്വയർ ബ്ലോക്കിൽ തന്നെ 4 വരകളും കാണിച്ചാൽ ഈ വരകളുടെ എണ്ണത്തിനെ നമ്മൾ വേസ് എന്ന് പറയും. വഴികൾ, വേസ് അല്ലെ? അപ്പൊ ഇവിടെ ഇപ്പൊ 4 വരയുണ്ട്. അപ്പൊ ഇത് ഒരു 4 വേ കഴിഞ്ഞിട്ടില്ല. എത്ര പൊസിഷനാ ഇത്? താഴത്തെ ഫിഗർ എത്ര പൊസിഷനാ? 4 എടാ പൊസിഷൻ 2 4 വേ 2 പൊസിഷൻ. അവിടെ ഫുള്ള് കൊള്ളുന്നില്ല കേട്ടോ. 2 പൊസിഷൻ. അത് എന്തുകൊണ്ടാ 2 പൊസിഷൻ പറഞ്ഞേ? 2 സ്ക്വയർ ബ്ലോക്കുകളാണ് ഉള്ളത്. എന്തുകൊണ്ടാ 4 വേ എന്ന് പറഞ്ഞേ? 4 പോർട്ടുകൾ ഉണ്ട്. സോ ഈ വാൽവിന്റെ ശരിക്കുള്ള പേരെന്താന്ന് ചോദിച്ചാൽ ദിസ് ഈസ് 4 വേ 2 പൊസിഷൻ വാൽവ്. 4 വേ 2 പൊസിഷൻ വാൽവ്. പ്ലംബർമാരും അല്ലെങ്കിൽ നമ്മുടെ ഈ പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നവര് ഇങ്ങനെ ഫുൾ പേരൊന്നും പറയൂല. 4/2 4/2 വാൽവ് എന്നേ പറയുള്ളൂ. അപ്പം ഇങ്ങനെ 4/2 വാൽവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഇതിൽ 4 പോർട്ട് ഉണ്ടാവും. ആ വാൽവിന് 2 പൊസിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എടാ മനസ്സിലായ? സാർ മനസ്സിലായി. ക്ലിയർ ആയിനാ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ വാൽവ് ഇല്ലാണ്ട് നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കഴിഞ്ഞിട്ടില്ലേ? ഒരു വാൽവിന്റെ റെപ്രസെന്റേഷൻ ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇത്രയായി. ഇനി ഞാൻ ഇതിലെ ഡയറക്ഷനും കൂടി കാണിക്കണം. ഇപ്പൊ ഒന്നാമത്തെ പൊസിഷൻ, ഇതിപ്പോ 2 പൊസിഷനേ ഉള്ളൂ എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ പൊസിഷൻ നമ്മൾ ഈ ഒരു ഫിഗറിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഇതൊരു 2 പൊസിഷൻ വാൽവ് ആണെങ്കിൽ ഒന്നാമത്തെ പൊസിഷൻ എങ്ങോട്ടാ? പിയിൽ നിന്നും എങ്ങോട്ടേക്കാ? എയിലേക്ക് അല്ലെ? അല്ലേടാ, ആ സമയത്ത് ബിയിൽ നിന്നും ടിയിലേക്ക്. അതും നമ്മൾ ഇവിടെ കാണിക്കണം. ഒന്നാമത്തെ പൊസിഷനിൽ ഫ്ലോ ഫ്രം പി ടു എ, ഇങ്ങനെ ഒരു എയർ ഇടണം. അതേ സമയത്ത് ഫ്ലോ ഫ്രം ബി ടു ടി. ഓക്കെ, ഇത് ഒന്നാമത്തെ പൊസിഷൻ, അതായത് ഒന്നാമത്തെ റെക്ടാംഗിളിന്റെ ഉള്ളിലുള്ള കാര്യം നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ പൊസിഷൻ എങ്ങനെയാ?
രണ്ടാമത്തെ പൊസിഷൻ എങ്ങനെയാണോ? ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ അതേ സമയത്ത് അതേപോലെ അപ്പോ ഇതാണ് ഒരു 4/2. ഇനി ഞാൻ നമ്മുടെ ഫിഗർ 3 പൊസിഷൻ വാല്യൂറ്റും നിങ്ങളോട് വാക്ക് പറഞ്ഞു. ഒരു സമയത്ത് എ, രണ്ടാമത്തെ സമയത്ത് ഫ്ലോ ഒന്നുമില്ല അല്ലെ, ഫ്ലോ ഒന്നുമില്ല, മൂന്നാമത്തെ സമയത്ത് തിരിച്ച് പിസ്റ്റൺ താഴോട്ടേക്ക് വരുന്നത്. അപ്പൊ ആ 3 പൊസിഷൻ വാൽവിന് 3 സ്ക്വയർ ബ്ലോക്കുകൾ ഞാനിവിടെ ഫിഗർ ബി ഇവിടെ ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി മാർക്കിങ് എങ്ങനെയാണെന്ന് നിങ്ങൾ പറ. ഫസ്റ്റ് പൊസിഷൻ നമുക്ക് നോക്കാം. ഈ ഫിഗറിൽ ഫസ്റ്റ് പൊസിഷൻ എനിക്ക് വേണ്ടത് ഫസ്റ്റില് പിസ്റ്റൺ താഴോട്ടേക്ക് വരണം. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യണം? പിയിൽ നിന്ന് എങ്ങോട്ട് കണക്ട് ചെയ്യണം? പിയിൽ നിന്നും പിയിലേക്ക് വരണം. അപ്പൊ നമുക്ക് അത് ആദ്യം ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ പി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ പൊസിഷൻ P2 A അല്ലേ പറഞ്ഞേ? P2 A സ്ട്രെയിറ്റ് ലൈൻ ആണേ വേണ്ടത്. P2 A എന്ന് പറഞ്ഞിട്ടൊരു മാർക്കിംഗ്. അതേ മൊമെന്റിൽ ബിയിൽ നിന്നും ടിയിലേക്ക് മാർക്കിംഗ് വേണം. ഇത് എ, ഇത് ബി, ഇത് പി, ഇത് ടി. ഇനി സെക്കൻഡ് പൊസിഷൻ ഞാൻ പറഞ്ഞു പിസ്റ്റൺ ഇപ്പൊ താഴെയാണ് ഉള്ളത്, അവിടെ തന്നെ നിൽക്കണം. അപ്പൊ കണക്ഷൻ എങ്ങനെ ഉണ്ടാവുക? പിയിൽ നിന്നും ടിയിലേക്ക് അല്ലെ, പിയിൽ നിന്നും ടി. ഇത് രണ്ടും ക്ലോസ്ഡ് കണ്ടീഷനിലും ഉണ്ടാവുക അല്ലെ. അപ്പൊ അത് നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ പൊസിഷനിൽ കാണിക്കണം. ഇതല്ലേ രണ്ടാമത്തെ ബ്ലോക്ക്, നടുക്കുള്ള ബ്ലോക്ക്, ദാറ്റ് ഈസ് സെക്കൻഡ് പൊസിഷൻ. അപ്പൊ ഇവിടെ പി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. അപ്പൊ പിയിൽ നിന്നും നേരെ നമുക്ക് കണക്ഷൻ എങ്ങോട്ടേക്ക്? ടിയിലേക്ക്. ആ സമയത്ത് എയും ബിയും എങ്ങനെയുള്ളത്? ക്ലോസ്ഡ് കണ്ടീഷനിലുള്ളത്. ക്ലോസ്ഡ് കണ്ടീഷൻ എന്ന് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വരച്ചിടുക. ഇത് ക്ലോസ്ഡ് കണ്ടീഷൻ. സോറി, ഓക്കെ. ഇനി മൂന്നാമത്തെ പൊസിഷൻ പിസ്റ്റൺ എനിക്ക് തിരിച്ച് മേലോട്ടേക്ക് തന്നെ എത്തിക്കണം. അപ്പൊ പി എങ്ങോട്ട് കണക്ട് ചെയ്യണം? പി ടു ബി, അതേ മൊമെന്റിൽ എ ടു ടി. അപ്പോ ഇവിടെ പി, ഇത് എ, ഇത് ബി, ഇത് ടി. പി ടു ബി ഈ ലൈൻ ഇങ്ങനെ വരും, എയറോ. അപ്പം എ ടു ടി. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ പൊസിഷനിലേക്ക് ഒന്നും കൂടി നമുക്ക് വരാം. നമ്മൾ ഇവിടുന്ന് പമ്പിൽ നിന്ന് നേരെ ടാങ്കിലേക്ക് കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നേരത്തെ ഫിഗറിൽ പമ്പിൽ നിന്ന് നേരെ ഒരു കണക്ഷൻ ടിയിലേക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷെ സിംബോളിക് ആയിട്ട് വരയ്ക്കുമ്പോൾ ചിലപ്പം ഈ ഒരു ആർച്ച് വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ അതും ഒരു ക്ലോസ്ഡ് പൊസിഷനിലാണ് എന്നുള്ള രീതിയിലാണ് പൊതുവെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസും നമ്മൾ ഈ സെക്കൻഡ് പൊസിഷൻ ഇതാ എല്ലാ പോർട്ടും ക്ലോസ് ആയി എന്നുള്ള രീതിയിൽ കാണിക്കും. അതായത് അവിടെ കാര്യമായ വർക്കിംഗ് ഒന്നുമില്ല. അത് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് തിരിച്ച് ടാങ്കിലേക്ക് തന്നെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഫ്ലോ ഒന്നുമില്ല. വീണ്ടും ടാങ്കിൽ വരുന്നു, വീണ്ടും അയാൾ പ്രഷറൈസ്ഡ് ആവുന്നു, ടാങ്കിലേക്ക് തന്നെ പോകുന്നു. സോ അവിടെ ഒരു വർക്കിംഗ്, ഒരു മെക്കാനിക്കൽ വർക്കിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട് എല്ലാ പോർട്ടിനെയും ക്ലോസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് നോർമലി സിമ്പിൾ കാണിക്കുക. ഇനി ഇവിടുന്ന് പി ടു ടി ഇതേപോലെ ആർച്ച് വെച്ച് കാണിച്ചാൽ തെറ്റൊന്നുമില്ലേ. പക്ഷെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സിംബോളിക് ആയിട്ട് നമ്മൾ കാണിക്കുമ്പോൾ ഇത് പോർട്ടുകളൊക്കെ ക്ലോസ്ഡ് കണ്ടീഷൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുക. അപ്പൊ ഈ ഒരു പോർട്ടിന്റെ അല്ലെ ഈ ഇപ്പൊ നമ്മൾ വരച്ച ഈ വാൽവിന്റെ പേരെങ്ങനെയായിരിക്കും? ഇപ്പൊ വരച്ച ഈ വാൽവിന്റെ മൊത്തം പേരെങ്ങനെയാ വരിക? 4-way
4-way കഴിഞ്ഞ 4-way 2 position valve. 2 പൊസിഷൻ ആണോ? അത് 3. എടാ 3 സ്ക്വയർ ബോക്സ് ഇല്ലേ, അപ്പൊ 3 പൊസിഷൻ. 4-way 3 പൊസിഷൻ വാൽവ്. അതിനെ കുറച്ചുകൂടി എളുപ്പത്തിൽ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? 4/3 വാൽവ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി ഇവിടം കൊണ്ടും വാൽവിന്റെ റെപ്രസെന്റേഷൻ കഴിയുന്നില്ല. ഈ 3 പൊസിഷൻ അല്ലെങ്കിൽ 2 പൊസിഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ പൊസിഷനിൽ എയിലേക്ക് പോയി, രണ്ടാമത്തെ പൊസിഷനിൽ നിന്ന് ബിയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ ഓരോ പൊസിഷനിലേക്കും ഇയാളെ ഇടണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവം നടക്കണ്ടേ? ഈ വാൽവിനെ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംടൈംസ് ഞാൻ പല മെക്കാനിസവും യൂസ് ചെയ്യും. ഞാൻ ഒരു പ്രസ് ബട്ടൺ, ഇപ്പൊ ഉള്ള പൊസിഷൻ P2A അതേപോലെ B2T ഞാൻ ഈ പ്രസ് ബട്ടൺ ഇവിടുന്ന് പ്രസ് ചെയ്യുന്നത് പൊസിഷനിലേക്ക് പോകൂലേ, ഈ പമ്പിന്റെ കണക്ഷൻ. അത് ഈ ഒരു ബോക്സ് ഇവിടെ എത്തും. ഈ ബോക്സിൽ നമുക്കറിയാം ഇങ്ങനെയാ കണക്ഷൻ വരുന്നത്. അതായത് ഈ വാൽവിനെ സെക്കൻഡ് പൊസിഷനിലേക്ക് ഇടാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഒരു പ്രസ് ബട്ടൺ ആണ്. അപ്പോൾ ഈ വാൽവിന്റെ പേരെങ്ങനെ വരികയെന്നറിയോ? 4-way 2 പൊസിഷൻ പ്രസ് ബട്ടൺ ഓപ്പറേറ്റഡ് വാൽവ്. പ്രസ് ബട്ടൺ ഓപ്പറേറ്റഡ് വാൽവ് എന്ന് പേര് വരും. ഇനി ഞാൻ ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്നും ഒരു പ്രസ് ബട്ടൺ വെച്ചിട്ട്, ഒരു മിനിറ്റ് ഒന്ന് എറേസ് ചെയ്യാം. ഞാനിവിടെ പ്രസ് ബട്ടൺ അല്ലെ പുഷ് ബട്ടൺ എന്ന് പറയും, ഒരു പുഷ് ബട്ടൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിലുള്ള സാധനത്തെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുഷ് ബട്ടൺ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ നിന്നും പുഷ് ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി. എനിക്ക് വീണ്ടും തിരിച്ച് പഴയ ഫസ്റ്റ് പൊസിഷനിലേക്ക് തന്നെ വരണം. അപ്പൊ പുഷ് ബട്ടണെ പിടിച്ച് തിരിച്ച് ഇങ്ങോട്ടേക്ക് വലിക്കാനുള്ള സൗകര്യം എനിക്കില്ല. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന അറിയോ? ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു സ്പ്രിങ്ങും കൂടി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പം ഞാൻ ഫസ്റ്റ് പൊസിഷനിൽ നിന്നും പുഷ് ബട്ടൺ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? സ്പ്രിങ് ഇവിടെ ഫിക്സഡ് ആണ്. സ്പ്രിങ് കോൺട്രാക്ട് ചെയ്യൂലേ, കംപ്രസ്ഡ് ആവൂലേ. അടുത്ത മൊമെന്റിൽ ഞാൻ ഈ പുഷ് ബട്ടൺ റിലീസ് ചെയ്യാണ്. ഞാൻ കൈ ഇങ്ങ് എടുക്കുകയാണ്. ഞാൻ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. പ്രസ് ചെയ്തപ്പോൾ പുതിയ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ കൈ അങ്ങ് എടുക്കുന്ന നേരത്തെ, അല്ലെങ്കിൽ ഈ പുഷ് ബട്ടണെ ഞാൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യും, വീണ്ടും പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലെ? വരൂലടോ. ഓക്കെ. അപ്പം അങ്ങനെയുള്ള വാൽവുകളുടെ പേര്, ഈ ഒരു വാൽവിന്, അപ്പം നമുക്ക് ഇപ്പൊ ഞാൻ വരച്ച പ്രകാരം ഈ വാൽവിന് എന്താണ് പേര് വിളിക്കുക നമുക്ക് നോക്കാം. അപ്പോ നിങ്ങൾക്ക് തരുന്ന സിമ്പല് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് വെച്ചോ. അതായത് 2 ബോക്സ് ഉണ്ട്, പിന്നെ ഒരു ഭാഗത്തൊരു പുഷ് ബട്ടൺ കാണിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്പ്രിങ് കാണിച്ചിട്ടുണ്ട്, പിന്നെ 4 പോർട്ട് ഉണ്ട്. 4 പോർട്ടിന്റെ എയറോ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. എയറോ ഹെഡ് ഒക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് P2A, B2T, that is P2A, B2T. മറ്റേ അടുത്ത പൊസിഷനിൽ P2B, B2T. ഇത്രയും നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് എങ്ങനെ വിളിക്കാന്ന് വെച്ചാൽ 4-way 2 പൊസിഷൻ പുഷ് ബട്ടൺ ഓപ്പറേറ്റഡ്, പുഷ് ബട്ടൺ PBO, that is പുഷ് ബട്ടൺ ഓപ്പറേറ്റഡ്. കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരുന്നത് സ്പ്രിങ് യൂസ് ചെയ്തിട്ടാണ്. സ്പ്രിങ് ഓപ്പറേറ്റഡ് വാൽവ് എന്നാ പറയാം. അത് ഫുൾ നെയിം 4-way 2 പൊസിഷൻ പുഷ് ബട്ടൺ ഓപ്പറേറ്റഡ് സ്പ്രിങ് റിട്ടേൺ, അല്ലെങ്കിൽ സ്പ്രിങ് ഓപ്പറേറ്റഡ് അല്ലെങ്കിൽ സ്പ്രിങ് കോൺട്രാക്ട് വാൽവ് എന്നാണ് ഇതിന് പേര് വിളിക്കുക. അപ്പം ഇപ്പൊ ഞാനിവിടെ പുഷ് ബട്ടൺ പറഞ്ഞു. ഇനി പുഷ് ബട്ടൺ അല്ലാതെ എനിക്ക് ഇവിടെ ഒരു ക്യാം വെച്ചിട്ട് ചെയ്യാം. ക്യാം പ്രൊഫൈൽ നിങ്ങൾ ഇവിടെ മൗസ് പോയിന്റർ വെച്ച് വരയ്ക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് ആവാത്തത്. ക്യാം പ്രൊഫൈൽ വെച്ചിട്ട് ഈ ഒരു
പൊസിഷൻ അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. ഇതിവിടെ പുഷ് ബട്ടൺ പകരം ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ക്യാം പ്രൊഫൈൽ ഞാൻ വെക്കുകയാണ്. അപ്പോൾ ആ ക്യാം പ്രൊഫൈൽ കറങ്ങുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു പൊസിഷൻ ഫസ്റ്റ് പൊസിഷനിൽ നിന്നും സെക്കൻഡ് പൊസിഷനിലേക്ക് പോകുന്നു. ക്യാം കറങ്ങി എപ്പുറത്തേക്ക് എത്തുമ്പോഴേക്കും തിരിച്ച് പഴയ പൊസിഷനിലേക്കൊക്കെ വരും. അപ്പോൾ അതിന്റെ പേര് 4-way 2 പൊസിഷൻ ക്യാം ഓപ്പറേറ്റഡ് വാൽവ് എന്ന് പറയും. ഇനി മാനുവൽ ഓപ്പറേഷൻ ഉണ്ട്, അതായത് നമ്മൾ കൈ കൊണ്ട് തള്ളി മാറ്റുക, ഈ പുഷ് ബട്ടൺ ഒന്നും ഇല്ല, നേരെ കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മാനുവൽ ഓപ്പറേറ്റഡ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഓപ്പറേഷൻസിൽ നമുക്ക് ഈ പൊസിഷൻ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ട് സിമ്പിളിൽ ചെറിയ മാറ്റം വരും. ബേസിക് സിമ്പിൾ എന്ന് പറയുന്നത് പൊസിഷൻ എത്രയാണോ അത്രയും എണ്ണം റെക്ടാങ്കിൾസ് ഉണ്ടാവും, എത്ര വേ ആണോ അത്രയും പോർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ പൊസിഷനിലെയും ഈ ഫ്ലൂയിഡിന്റെ ഫ്ലോ പാസേജ് നമ്മൾ ഇതേപോലെ എയറോ ഹെഡ് വെച്ചിട്ട് അല്ലെങ്കിൽ എയറോസ് വെച്ചിട്ട് മാർക്ക് ചെയ്യും. ഇതാണ് വാൽവിന്റെ ബേസിക് സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. എടാ മനസ്സിലാകുന്നുണ്ടോ? സമയം കുറെ ആയില്ലേ സാർ, ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിലൊക്കെ ആയി. അതെയാ, ആദ്യം ശരിക്കും ഈ പീരീഡ് ആയിരുന്നു. നേരത്തെ വിനീത് സാറ് പറഞ്ഞു ഞാൻ ലാസ്റ്റ് പീരീഡ് ഉണ്ടാവും. എന്റെ അവറാണ് ലാസ്റ്റ് അവർ. പിന്നെ ഇതിന്റെ തൊട്ട് മുമ്പത്തെ അവർ രാഹുൽ സാറിന്റെ അവർ. അപ്പൊ രാഹുൽ സാർ ഇന്നലെ എന്റെ അവർ എടുത്തുകൊണ്ട് ഷിഫ്റ്റ് ചെയ്തതാ. ഞാൻ ഇനി നിങ്ങൾ അങ്ങനെ ഒരു കമന്റ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഇനി ഞാൻ പോകുന്നത് ശരിയല്ല. എന്നുവെച്ചാൽ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ്, വലിയ സംഭവമൊന്നുമല്ല. പൊസിഷനും വേയും മാത്രമേ അറിയേണ്ടതുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഞാൻ ഇതുവരെ പറഞ്ഞതിലൊരു 80% ക്യാച്ച് ചെയ്യാൻ പറ്റീന. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ഒരു ആനിമേഷൻ വീഡിയോ, ഈ ആനിമേഷൻ വീഡിയോ അല്ല, ഈ സിംബോളിക് റെപ്രസെന്റേഷൻ എങ്ങനെയാ വരുന്നത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഞാൻ ഈ പറഞ്ഞ തന്നെ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ സമയം എടുത്തൊന്ന് കണ്ടാൽ മതി. പിന്നെ വല്ലാണ്ട് ബോറടിപ്പിച്ചെങ്കിൽ സോറി. എന്നുവെച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ല. എന്നുവെച്ചാൽ ഈ വലിയ മൊഡ്യൂളാണ്.